നമ്മുടെ ശാസ്ത്ര വിശ്വാസ സംവാദ പരമ്പരയില് ഇന്ന് നമ്മളോട് സംവദിക്കുവാനായി സന്നിഹിതനായിരിക്കുന്നത് ശ്രീ ജീവൻ ജോബ് തോമസ് ആണ്. നമ്മുടെ കേരളക്കരയ്ക്ക് മുഴുവനും സുപരിചിതനായ ഒരു ശാസ്ത്ര ചിന്തകനും എഴുത്തുകാരനും ദാർശനികനുമൊക്കെയാണ് ജീവൻ സാറ്. ഭൗതിക ശാസ്ത്രത്തിൽ MG സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കി ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളിൽ ശാസ്ത്ര അധ്യാപനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലെല്ലാം സ്ഥിരം ശാസ്ത്ര വിഷയങ്ങളും ദാർശനിക വിഷയങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വമാണ് ശ്രീ ജീവൻ സാറ്. ആകാശത്തിന് കീഴിലുള്ള എല്ലാ വിഷയത്തെ പറ്റി തന്നെ ജീവൻ സാറ് ലേഖനങ്ങൾ നടത്തിയും പ്രഭാഷണം നടത്തിയും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ പരമ്പരയില് നമുക്ക് ആകാശത്തിന് കീഴിൽ ഉള്ളതുപോലെ തന്നെ ആകാശത്തിന് മീതെ ഉള്ളതിനെ പറ്റി കൂടി ആലങ്കാരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തെ പറ്റി കൂടി നമ്മൾ പരാമർശിക്കാറുണ്ടല്ലോ. അതാണല്ലോ ശാസ്ത്ര വിശ്വാസ പരമ്പരയില്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം, സാറിന്റെ ലേഖനങ്ങളിലൊന്നും അങ്ങനെ ഒരു മാനം പ്രത്യക്ഷത്തിൽ കാണുവാൻ സാധിക്കാറില്ല. എന്നാൽ ഞാൻ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ വളരെ റാഡിക്കലായിട്ടുള്ള, നവീനമായിട്ടുള്ള, ഉദാത്തമായിട്ടുള്ള ഒരു അതിഭൗതിക ദർശനത്തിന്റെ, ഒരു മിസ്റ്റിക്കൽ ആധ്യാത്മികതയുടെ ഒത്തിരി നിറക്കൂട്ടുകള് സാറിന്റെ രചനകളിൽ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഒരു ഉദാത്ത ശാസ്ത്രകാരന്റെ മഹനീയമായ അടയാളമായിട്ട് കൂടിയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്ന് പറയും. സാധാരണ ശാസ്ത്രത്തിലെല്ലാം പലപ്പോഴും ടൂൾ മേക്കേഴ്സ് മാത്രമായിട്ട് തീരാറുണ്ട്, എഞ്ചിനീയേഴ്സ് മാത്രമാണ്. എന്നാൽ യഥാർത്ഥ ജീനിയസുകള് കവികളും മിസ്റ്റിക്കുകളും ദാർശനികരും ഒക്കെ ആയിരിക്കുമെന്ന ബ്രിട്ടീഷ് കവി കൂടിയായിരിക്കും കിറ്റ് പെട്ലർ പ്രസ്താവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഭൗതിക ശാസ്ത്രത്തിനോട് വളരെ നിഷേധാത്മക സമീപനമാണ് ഉണ്ടായിരുന്നത് പോലും. മനോഹരമായ മഴവില്ലിനെ പോലും പൊടിപടലങ്ങളും പ്രകാശകിരണങ്ങളും തമ്മിലുള്ള സമ്പർക്കം വഴിയായി ഉണ്ടാകുന്ന ഒരു ദൃശ്യ മരീചികയായിട്ട് അവതരിപ്പിക്കുമ്പോൾ മനോജ്ഞമായ മഴവില്ലിനെ ശാസ്ത്രം കൊല്ലുകയല്ലേ ചെയ്യുന്നത് എന്ന് അദ്ദേഹം വിമർശനാത്മകമായിട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥ ജീനിയസുകളായ ഐൻസ്റ്റൈന്റെയും നീൽസ് ബോറിന്റെയും ഒക്കെ കൃതികൾ വായിച്ചപ്പോൾ അവരൊക്കെ യഥാർത്ഥത്തിൽ കവികളും മിസ്റ്റിക്കുകളും കൂടിയാണ് എന്ന് എനിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചു. എന്റെ തെറ്റ് വളരെ വലുതായിരുന്നുവെന്ന കിറ്റ് പെട്ലർ പ്രസ്താവിച്ചിരിക്കുന്നത്. കിറ്റ് പെട്ലറെ ഞാനിവിടെ അനുസ്മരിക്കുന്നത് നമ്മൾ ജീവൻ ജോബ് തോമസ് സാറിന്റെ കൂടെ ആയിരിക്കുന്നത് കൊണ്ട് കൂടി തന്നെയാണ്. അത്തരണത്തിൽ നോക്കുമ്പോൾ ആഴമേറിയ ഒത്തിരി അതിഭൗതിക ദർശനങ്ങളും സാമൂഹികവും ധാർമ്മികവുമായ ഉദാത്തമായ ഒത്തിരി കാഴ്ചപ്പാടുകള് സാറിന്റെ രചനയില് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സംവാദ പരമ്പരയിലെ വളരെ വിഭിന്നമായിട്ടുള്ള എന്നാൽ അത്യധികം പ്രസക്തമായിട്ടുള്ള ചില സമീപനങ്ങളും കാഴ്ചപ്പാടുകളുമായിരിക്കും ഇന്ന് നമുക്ക് ശ്രമിക്കുവാനായിട്ട് സാധിക്കുക. ശ്രീ ജോബ് സാറിനോട് ഞാൻ ആദ്യമേ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ശാസ്ത്ര മത സംവാദത്തെ തന്നെ സാറ് എപ്രകാരം നോക്കി കാണുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 100-150 പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ടിന്റെ മുഴുവനും 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭ കാലഘട്ടം വരെയും ശാസ്ത്രവും മതവും പരസ്പരം ശത്രുക്കളായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെട്ടിരുന്നത്. ഓക്സ്ഫോർഡിലെയോ കേംബ്രിഡ്ജിലെയൊക്കെ ബുദ്ധിജീവിയാണ് എങ്കിൽ അദ്ദേഹം പള്ളിയിൽ പോകുന്നവനാണ് എന്ന് കണ്ടു കഴിഞ്ഞാല് വേണ്ടത്ര ബോധോദയം സിദ്ധിക്കാത്ത ആളായിരുന്നു എന്ന് ഒരുപക്ഷെ കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഭൗതിക ശാസ്ത്രത്തിലെ ക്വാണ്ടം ഫിസിക്സിന്റെയും ജീവശാസ്ത്ര മേഖലകളുടെയും ഒക്കെ പല മുന്നേറ്റങ്ങളുടെയും വഴിയായിട്ട് ശാസ്ത്രകാരന്മാര് തന്നെ ഒരു അതിപ്രജ്ഞയുടെ സാന്നിധ്യത്തെ ശാസ്ത്രത്തിൽ അംഗീകരിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട് എന്നൊക്കെ പരസ്യമായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അന്റോണി ഫ്ലിയു, ഫ്രാൻസിസ് കോളിൻസ് മുതലായവരൊക്കെ അതിന് ചില ദൃഷ്ടാന്തങ്ങളാണ്. സാർ എപ്രകാരം ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെ നോക്കി കാണുന്നു? ശാസ്ത്രവും മതവും തമ്മിൽ സംവദിക്കുന്നതിന്
ദാർശനികമായ സാങ്കത്യമുണ്ടോ, അതോ ഇത്തരം പ്രസ്ഥാനങ്ങൾ നയിക്കുന്നവര് ഉദാത്തമായ ശാസ്ത്ര സങ്കല്പങ്ങളെ വേറെ ഏതോ രീതിയിലേക്ക് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ, അതോ ഈ മനുഷ്യന്റെ ജ്ഞാന അന്വേഷണത്തിലെ സുപ്രധാന സങ്കേതങ്ങളായ ഈ ശാസ്ത്രവും ദൈവശാസ്ത്രവും ഒക്കെ സഹകരണത്തിൻ്റെതായ പുതിയ വഴിത്താരകൾ നമുക്ക് തുറന്നു തരുന്നുണ്ടോ? എല്ലാ ശാസ്ത്ര മേഖലകളിലും അഗാധമായ പാണ്ഡിത്യമുള്ള ജോബ് സാറിന്, ജീവൻ സാറിന് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഈ ശാസ്ത്രവും മതവും തമ്മിലുള്ള ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയാവുന്നൊരു സാഹചര്യം ചരിത്രത്തിൽ നിലനിന്നിരുന്നു. നമുക്കറിയാം, റിനൈസൻസ് പീരീഡിന് ശേഷം ആധുനിക ശാസ്ത്രത്തിൻ്റെ ഉത്ഭവത്തോടു കൂടി ശാസ്ത്രം ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് മാറിയ ഒരു കാലഘട്ടമുണ്ട്. ഞാൻ ഈ ശാസ്ത്രവും മതവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ കാണുന്നത് അതൊരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിലാണ്. അതിൻ്റെ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ആധുനിക കാലത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു പാരഡൈം ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സകല ജീവിത സാഹചര്യങ്ങളെയും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ എൻഗേജ്മെൻറ്റായി മാറിക്കഴിഞ്ഞു. 17-ാം നൂറ്റാണ്ടിലോ 16-ാം നൂറ്റാണ്ടിലോ 18-ാം നൂറ്റാണ്ടിലോ ഒക്കെ ഉണ്ടായിരുന്ന ശാസ്ത്രത്തിൻ്റെ രീതിയോ അതിൻ്റെ സ്വാധീനമോ അല്ല ഇന്ന് ശാസ്ത്രത്തിന് ആധുനിക ലോകത്തുള്ളത്. സയൻസ് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തെ മുഴുവനാക്കി മാറ്റിമറിച്ചൊരു സാഹചര്യം ലോകത്ത് രൂപപ്പെട്ട് വന്നതോടുകൂടി തന്നെ അതിൻ്റെ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിനും വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സയൻസ് തന്നെ ഒരു വലിയ പൊളിറ്റിക്കൽ പവറായിട്ട് മാറുന്നൊരു കാലഘട്ടത്തിലാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേസമയം മതം നേരിട്ട് പൊളിറ്റിക്സിൽ ഇടപെടുന്ന സാഹചര്യങ്ങൾ കുറഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട്. ആധുനിക ലോകത്ത്, പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ മതം ചർച്ച് നേരിട്ട്, ഇപ്പം നമ്മൾ നേരിട്ട് പറയുകയാണെങ്കിൽ ചർച്ച് നേരിട്ട് പൊളിറ്റിക്സിൽ ഇടപെടുന്ന ഒരു സാഹചര്യം നമുക്ക് നിന്നും അതിന് വേറൊരു തരത്തിലൊക്കെ ആയിരിക്കും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ ഡിബേറ്റിൽ മതം കുറേയും കൂടി ആത്മീയതയിലേക്ക് മാറുകയും ശാസ്ത്രം കൂടുതൽ പൊളിറ്റിക്കൽ ഡിബേറ്റിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ആഗോളതലത്തിലുള്ള യുദ്ധങ്ങളെ, രാഷ്ട്രീയ സംവാദങ്ങളൊക്കെ നിർണ്ണയിക്കുന്നതിൽ അണ്ടർ കറൻ്റായിട്ട് സയൻസ് ആൻഡ് എൻജിനീയറിങ്ങിൻ്റെ, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മാറുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് യുദ്ധങ്ങൾ പോലും ഉണ്ടാകുന്നത്, ഇപ്പം വെസ്റ്റ് ഏഷ്യയിലെ യുദ്ധങ്ങളായാലും ഇറാഖ്, സിറിയ പോലെയുള്ള സ്ഥലങ്ങളിലെ യുദ്ധങ്ങളായാലും ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കൊറിയയെ സംബന്ധിച്ചുള്ള യുദ്ധം പുകയുന്നതിലൊക്കെ ആയാലും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, അതിൻ്റെ പൊളിറ്റിക്സ് വളരെ പ്രധാനപ്പെട്ട സാധനമായിട്ട് മാറുന്നുണ്ട്. നമ്മൾ കണ്ട പഴയ കാലത്ത് അത് വ്യത്യസ്തമായിരുന്നു. മതമായിരുന്നു പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസിൻ്റെ ഒരു ഭാഗമായിട്ട് യുദ്ധത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് മാറുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മതം ശാസ്ത്രം തമ്മിലുള്ള ഡിബേറ്റിന് ഒരു സൂപ്പർ പവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള, ദൈവം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് മനുഷ്യനെ സ്വാധീനിക്കുന്നത് തുടങ്ങിയുള്ള ചർച്ചകൾക്കപ്പുറം നിത്യജീവിതത്തിലെ മനുഷ്യൻ്റെ വെയറബൌട്ട്സിനെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയായിട്ട് ശാസ്ത്രം മാറിയത് കൊണ്ട് തന്നെ അതിന് വേറൊരു പെർസ്പെക്റ്റീവിൽ വേണം നമ്മൾ കാണാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ആധുനിക ശാസ്ത്രത്തിൻ്റെ ഉത്ഭവകാലത്തുണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ ഡിബേറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റൊരു തലത്തിലുള്ള പൊളിറ്റിക്കൽ ഡിബേറ്റിലേക്ക്, മറ്റൊരു തരത്തിലുള്ള ദാർശനിക ഡിബേറ്റിലേക്ക് മതവും ശാസ്ത്രവും തമ്മിലുള്ള ഡിബേറ്റ് മാറിയിട്ടുണ്ട്. ആ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് നമുക്ക് ഇതിനെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഡിബേറ്റ് ചെയ്യാവുന്നത് എന്നാണ് എൻ്റെ ഒരു വിചാരം. നമ്മൾ ശാസ്ത്രമത സംവാദത്തിന്റെ ചരിത്രമൊക്കെ ചർച്ച ചെയ്ത വേളകളിൽ കണ്ട നടത്തിയൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം ഇതായിരുന്നു: ശാസ്ത്രവും മതവും തമ്മിൽ സൈദ്ധാന്തികമായിട്ടുള്ള ആശയപരമായ സംഘർഷത്തെക്കാൾ ഉപരി സാംസ്കാരികമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷങ്ങളാണ് പലപ്പോഴും ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഇത് ശ്രീ ജീവൻ ജോബ് സാറ് ഇവിടെ ആവർത്തിക്കുന്നത് കേൾക്കുന്നത് വളരെ
ചിന്തോദ്ദീപകമാണ്. നമ്മുടെ കേരളക്കരയിലും ആ പുതിയ കാഴ്ചപ്പാടുകൾ ജീവൻ ജോബ് സാറിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൈദ്ധാന്തികമായിട്ട് ശാസ്ത്രവും മതവും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഒരു ഏടും തന്നെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് സ്റ്റീഫൻ ഗൂൾഡ്, പോൾ ഡേവിസ് തോമസ് കൂൺ തുടങ്ങിയ ശാസ്ത്ര ചരിത്രകാരന്മാർ തന്നെ പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഗലീലിയോ എപ്പിസോഡിലും പരിണാമ സിദ്ധാന്തത്തിലും ഒക്കെ എന്ത് സംഭവിച്ചിരിക്കുന്നുവെന്ന്. അതിനെ നമ്മൾ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെയും സാറ് നടത്തിയിരിക്കുന്ന ഈ നിരീക്ഷണങ്ങൾ തന്നെയാണ് പലപ്പോഴും യഥാർത്ഥത്തിൽ ചരിത്രപരമായിട്ട് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. സാറ് ശാസ്ത്രകാരൻ എന്നതുപോലെ തന്നെ ഒരു ദാർശനികൻ കൂടിയാണ് എന്ന് ഞാൻ ആമുഖത്തിൽ നിരീക്ഷിച്ചിരുന്നുവല്ലോ. ആ രീതിയിലാണ് സാർ തന്റെ അഭിപ്രായം സമാഹരിച്ചിരിക്കുന്നത്. ദാർശനിക തലത്തില് ഇന്ന് ശാസ്ത്രവും ദൈവശാസ്ത്രവും തമ്മിലുള്ള സംവാദത്തിന് ഒത്തിരി സാങ്കത്യങ്ങള് തുറന്നു വരുന്നു എന്നുള്ള നിരീക്ഷണമാണ് സാർ നടത്തിയിരിക്കുന്നത്. തുടർന്നുള്ള നമ്മുടെ സംവാദം ഈ മേഖലയിലേക്ക് അല്പമായിട്ട് കേന്ദ്രീകരിക്കാമെന്ന് വിചാരിക്കുക. സാറിന്റെ തന്നെ രചനകളെ അധികരിച്ച് ചില വിശദാംശങ്ങൾ ഞാനൊന്ന് അറിയുവാൻ ആഗ്രഹിക്കുകയാണ്. സമീപകാലത്ത് ഞാൻ സാറിന്റെ ഒരു ലേഖനം വായിച്ചത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് സാർ പ്രസിദ്ധീകരിച്ച മരണത്തെ ഒഴിവാക്കാനുള്ള ശാസ്ത്രത്തിന്റെ പരിശ്രമങ്ങളെ പറ്റിയാണ്. പ്രത്യേകിച്ച് ഗൂഗിൾ മേധാവിക്ക് 40 വയസ്സ് കഴിഞ്ഞപ്പോൾ എങ്ങനെ ആയുസ് നീട്ടിയെടുക്കാമെന്നുള്ളതിനെ പറ്റി ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഗവേഷണം നടത്തുന്നതായിട്ട് സാർ വളരെ കാലികമായിട്ട് അതിനെ ആഖ്യാനം ചെയ്തിരുന്നു. അതിന്റെ സമാപനത്തിൽ സാർ നടത്തുന്ന നിരീക്ഷണം എനിക്ക് ഒത്തിരി സ്വീകാര്യമായിട്ട് തോന്നി. എല്ലാം സ്വീകാര്യമാണ്. അവസാനത്തെ ദാർശനിക നിരീക്ഷണം, അതായത് ജനിമൃതികളൊക്കെ പ്രകൃതിയുടെ അലംഘനീയമായ നിയമങ്ങളാണ്, അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പ്രകൃതി ഭദ്രമായ ഒരു നടപടിക്രമമായിട്ട് തോന്നുന്നില്ല എന്ന രീതിയിൽ സാർ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. ക്രിയാത്മകമായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അങ്ങനെ നിരീക്ഷിക്കുവാനായിട്ട് സാധിക്കും. ജനിമൃതികളും മരണം സംഭവിക്കേണ്ടത് പ്രാപഞ്ചിക സംവിധാനത്തിന്റെ ഒരു സ്വാഭാവിക ചലനാത്മകതയായിട്ട് നമുക്ക് തോന്നുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിൽ അല്ല എങ്കിൽ പോലും ഇപ്പൊ ട്രാൻസ് ഹ്യൂമനിസ്റ്റ് പ്രോജക്റ്റുകൾ, ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി, ഈ മേഖലയിലുള്ള പല മുന്നേറ്റങ്ങളും ആത്യന്തികമായിട്ട് വിഭാവനം ചെയ്യുന്നത് മനുഷ്യനെ തന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാനല്ലേ, മരണം പോലും അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു പ്രതിഭാസമായിട്ട്. ബാബു ജോസഫ് സാറൊക്കെ അതിനെ ഉത്തരമാനുഷിക മനുഷ്യനെ വിശേഷിപ്പിക്കും, പോസ്റ്റ് ഹ്യൂമൻ. സ്റ്റീഫൻ ഹോക്കിംഗ് ഒക്കെ അതിബുദ്ധിയുള്ള തലച്ചോറുകൾ ലബോറട്ടറി ഡിഷിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഗർഭപാത്രത്തിന്റെ പരിമിതിയെ തന്നെ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ മരണത്തെ ഒഴിവാക്കുവാനുള്ള ഗവേഷണ സംവിധാനങ്ങൾ മാത്രമല്ല, മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഹ്യൂമനിസ്റ്റ് പ്രോജക്റ്റുകളിലെല്ലാം തന്നെയുള്ള ഒരു ചിന്താധാരയാണ് എങ്ങനെ മനുഷ്യന്റെ സാധ്യതകളെ മുഴുവനും സാക്ഷാത്കരിക്കാം, ഒരുപക്ഷെ മരണം തന്നെ ഒഴിവാക്കിയെടുക്കാം. ആ രീതിയിൽ ശാസ്ത്രത്തിന് തന്നെ ഒരുതരം നിത്യജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, സാർ നേരത്തെ നിരീക്ഷിച്ച രീതിയിലേക്ക് കടന്നു വരികയല്ലേ. അപ്പോൾ നമ്മുടെ ഈ നിരീക്ഷണം ശാസ്ത്ര രംഗത്ത് നിന്നും എപ്രകാരം സാധ്യതയുള്ളതായിരിക്കും, സാർ എപ്രകാരമാണ് അതിനെ ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കും. ഞാൻ ആദ്യം തന്നെ അതിൻ്റെ അകത്തുള്ള പൊസിഷൻ പറയാം. ഞാൻ അൾട്ടിമേറ്റ്ലി ഒരു ഡാർവീനിയൻ തിങ്കിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഡാർവിൻ്റെ ചിന്തയുടെ അടിത്തറയിലാണ് പ്രകൃതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ളൊരു വിചാരത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ അടിത്തറ ഈ പറയുന്ന മനുഷ്യജീവി മാത്രമല്ല, ഏതൊരു ജീവിയുടെ സ്വഭാവത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ എൻഡ്സ്, ഒരു സമയത്ത് ഇത് അവസാനിക്കും. ഒരു ജന്മം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടെങ്കിൽ, ഒരു ജീവിക്ക് ഒരു ജന്മം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെയാണ് മരണം എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ അതിൻ്റെ അടിത്തറയിലാണ് ഡാർവിനിയൻ ഫിലോസഫി ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രകൃതി നിലനിൽക്കുള്ളൂ. പ്രകൃതി എന്ന് പറയുന്ന സാധനം നിലനിൽക്കുന്നത് അങ്ങനെയാണെന്നാണ് അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവ്. പക്ഷേ ഈ ട്രാൻസ് ഹ്യൂമനിസം പോലെയുള്ള ചിന്താധാരകൾ, അത് സയൻസിൻ്റെ ആരംഭകാലം മുതലേ തന്നെ അതിൻ്റെ പാരലൽസ് യൂറോപ്പിൽ പല സ്ഥലത്തായിട്ട് വർക്ക് ചെയ്ത് പോന്നിട്ടുണ്ട്.
മനുഷ്യർ ശാസ്ത്ര സാങ്കേതികതയുടെ വളർച്ചയോടുകൂടി ഒരു പക്ഷേ മനുഷ്യൻ ദൈവത്തെ പോലെ ആകാം എന്നൊക്കെയുള്ളൊരു ചിന്ത പദ്ധതി രൂപം കൊണ്ടിട്ടുണ്ട്. ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ ഒരിക്കൽ അറ്റൈൻ ചെയ്യുന്ന സാധനമാണെന്ന് വരെ ട്രാൻസ്ഹ്യൂമനിസ്റ്റുകളായിട്ടുള്ള 18-ാം നൂറ്റാണ്ടിലെ 19-ാം നൂറ്റാണ്ടിലൊക്കെ ബുദ്ധിജീവികൾ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് മനുഷ്യർ മരണത്തെ അതിജീവിക്കാനുള്ള ഒരു പോസിബിലിറ്റി ശാസ്ത്രത്തിലൂടെ നേടിയെടുക്കാൻ കഴിയും, ട്രാൻസ്ഹ്യൂമനിസം വഴി നേടിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ചിന്ത വളർന്നു വലുതായത്. അതിൻ്റെ തോട്ട് പ്രോസസ്സ് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഗൂഗിൾ പോലെയുള്ളവർക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് മരണത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റിലേക്ക് പണമിറക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ വരുന്നത്. പക്ഷേ ഇപ്പോഴും ഞാൻ അതിൻ്റെ അകത്ത് വിശ്വസിക്കുന്നത്, എൻ്റെ ഒരു ഫിലോസഫിക്കൽ ബേസിൽ ഉള്ള ഒരു അടിത്തറയിൽ ഞാൻ വിശ്വസിക്കുന്നത്, മനുഷ്യർക്ക് ഒരിക്കലും മനുഷ്യർക്കല്ല, മനുഷ്യർ എപ്പോഴും ഒരു ജീവി തന്നെയാണ്. മറ്റുള്ള ജീവി വർഗങ്ങളെ പോലെ പാമ്പിനെയും പഴുതാരയെയും പച്ചക്കുതിരയൊക്കെ പോലെ തന്നെ ഒരു ജീവി തന്നെയാണ് മനുഷ്യനെങ്കിൽ ആ മനുഷ്യന് ജന്മമുള്ളതുപോലെ തന്നെ മരണവും പോസിബിൾ ആണ്. അതിൻ്റെ ആ ഭൗതികമായിട്ടുള്ള നിലനിൽപ്പ്, ഈ ഭൗതികമായിട്ടുള്ള നിലനിൽപ്പിൽ മരണം എന്ന് പറയുന്ന ഒരു സാധനം നിലനിൽക്കും. അതിനപ്പുറമുള്ള വളർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ പോസ്റ്റ് ഹ്യൂമനിസം എന്നൊക്കെ പറയുമ്പോഴും ഞാൻ അതിനെ അത്രയ്ക്ക് വാല്യൂ ചെയ്ത് കാണാൻ തയ്യാറല്ല. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബയോളജിയുടെ ഫിലോസഫിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് റെഡ് ക്യൂൻ ഫിലോസഫി എന്ന് പറഞ്ഞൊരു ഫിലോസഫി ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൂയിസ് കാരലിൻ്റെ പ്രശസ്തമായ പുസ്തകം ആലീസ് ഇൻ വണ്ടർലാൻഡിൻ്റെ 2ാം ഭാഗമുണ്ട്, ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ ആലീസ് ഒരു കണ്ണാടിയിലൂടെ മറ്റൊരു അത്ഭുത ലോകത്തിൽ കയറി ചെല്ലുമ്പോൾ അവിടെ റെഡ് ക്യൂനെ കാണുന്നുണ്ട്, ചുവന്ന രാജ്ഞി. റെഡ് ക്യൂൻ ഓടിക്കൊണ്ടിരിക്കുക. അവിടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റെഡ് ക്യൂനോട് ആലീസ് ചോദിക്കും, എന്താണ് രാജ്ഞി നിങ്ങളെപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ രാജ്ഞി പറയും, നിങ്ങളുടെ നാട്ടിലൊന്നും ആൾക്കാരിങ്ങനെ ഓടുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ റെഡ് ക്യൂൻ പറയുന്നത്, നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് ഓടുന്നത്. അപ്പോൾ രാജ്ഞി പറയുന്നത്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നിന്ന സ്ഥലത്ത് നിൽക്കണമെങ്കിൽ തന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം. കാരണം നമ്മുടെ പരിസ്ഥിതി നമ്മളെക്കാൾ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതിനെങ്കിൽ നമ്മൾ ഓടിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾ നിന്ന സ്ഥലത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഇത് വെച്ചിട്ടാണ് ബയോളജിയുടെ ഒരു ഫിലോസഫിയിൽ പറയുന്നത്, നമ്മുടെ പരിസ്ഥിതി നമ്മളെക്കാൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിക്കൊപ്പം അതിജീവിക്കണമെങ്കിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം. ഈ ഓട്ടമാണ് നമ്മൾ ഈ കാണുന്ന സാങ്കേതികമായിട്ടുള്ള വികാസം നമ്മൾ കാണുന്നത്. നമ്മൾ 10,000 വർഷം മുമ്പ് കൃഷി തുടങ്ങിയ കാലത്തുള്ള മനുഷ്യരെ നോക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം അന്നത്തെ മനുഷ്യൻ എന്തൊരു പ്രാകൃതനാണ്. 10,000 വർഷം കഴിഞ്ഞ് ഇപ്പോൾ നോക്കുമ്പോൾ 2017 മനുഷ്യൻ നോക്കുമ്പോൾ എത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആണെന്ന് നമുക്ക് തോന്നിയേക്കാം. നമുക്ക് ക്യാമറകളുണ്ട്, നമുക്ക് സാറ്റലൈറ്റുകളുണ്ട്, നമുക്ക് ബോംബർ വിമാനങ്ങളുണ്ട്. പക്ഷേ അൾട്ടിമേറ്റായിട്ടും ഈ ഫിലോസഫിയുടെ ഒരു ബേസിൽ പറയുകയാണെങ്കിൽ ഈ പരിസ്ഥിതിയുടെ മാറ്റങ്ങൾക്കൊപ്പം കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യർ നടത്തുന്ന ശ്രമങ്ങൾ മാത്രമാണ് ഇതെന്നും. 10,000 വർഷം മുമ്പ് കൃഷി തുടങ്ങുന്ന കാലത്ത് നിൽക്കുന്ന അതേ പോയിന്റിൽ തന്നെയാണ് മനുഷ്യൻ ഇന്നും നിൽക്കുന്നത്. വേറൊരു ഫിലോസഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും, റെഡ് ക്യൂൻ ഫിലോസഫി വഴി പറയുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള മുന്നേറ്റങ്ങളും അതിൻ്റെ കോർ പോയിന്റ് ലെവലിൽ നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്നതിൻ്റെ ഒരു സാധ്യതയാണ് നിലനിർത്തുന്നത് എന്നുള്ളൊരു ദാർശനിക തലത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സാറിൻ്റെ റെഡ് ക്യൂൻ അനാലജി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് പൊതുവെയുള്ള ഒരു സൈദ്ധാന്തിക നിലപാട് കൂടിയാണ്. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ എത്രയധികം വികസിച്ച് കഴിഞ്ഞാലും അർത്ഥങ്ങളുടെ തലത്തിൽ നമ്മുടെ ചക്രവാളങ്ങൾ വികസിക്കുന്നില്ല എങ്കിൽ ആത്യന്തികമായിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ അർത്ഥതലങ്ങൾ കൂടുതൽ വിശാലമാകുന്നില്ല എന്നുള്ളത്. ഒരുപക്ഷെ ആ തലത്തിലായിരിക്കാം
ദൈവശാസ്ത്രവും ദാർശനിക പ്രസ്ഥാനങ്ങളും ഒക്കെ കൂടുതൽ സംഭാവന ചെയ്യേണ്ടിയിരിക്കുന്നത് എന്ന്. അത്തരണത്തില് സാറിന്റെ അടിസ്ഥാന നിലപാടുകൾ ഊന്നിയിരിക്കുന്ന പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് തന്നെ വലിയ സാധ്യതകളാണ് നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നത്. അടിസ്ഥാനപരമായിട്ട് പരിണാമ സിദ്ധാന്തത്തെ ഒരു കാലത്ത് വിശ്വാസത്തിന് വലിയ വെല്ലുവിളിയായിട്ട് കണ്ടിരുന്നു. എന്നാൽ കാൾ റാനറെ പോലെയുള്ള ദൈവശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ പരിണാമ സിദ്ധാന്തം തന്നെയാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ടും ദൈവശാസ്ത്രത്തിന് എന്ന് പറയുന്നത്. ആ രീതിയിൽ പരിണാമത്തിന്റെ ചലനാത്മകത, നൂതനത്വത്തിലേക്കുള്ള ആഭിമുഖ്യം ഇവയൊക്കെ അധികരിച്ച് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന പ്രോജക്റ്റിനെ പരിശോധിച്ച് കഴിയുമ്പോൾ ഗുണപരമായിട്ടുള്ള വികാസം നമുക്ക് സംഭവിക്കുന്നില്ല എങ്കിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നമുക്ക് കൊണ്ടുവരുന്നു തരുന്നില്ല എങ്കിൽ പരിണാമത്തിൽ നമ്മൾ മുന്നോട്ട് പോയി എന്ന് പറയാനാവില്ല എന്നുള്ളതാണ് ജീവൻ സാറ് ഈ മനോജ്ഞമായ ഉപമയിലൂടെ, ഉദാഹരണത്തിലൂടെ നമ്മളോട് വിശദീകരിച്ച് തന്നത് എന്നെനിക്ക് തോന്നുകയാണ്. ഇതിനെ തന്നെ വേറെ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തെയ്യാർദ് ഷർദാൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ദൈവശാസ്ത്രജ്ഞനും ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമൊക്കെ ഒരു വ്യക്തിയുണ്ട്. സാറ് പറഞ്ഞ പരിണാമത്തിന്റെ തന്നെ കാഴ്ചപ്പാട് നോക്കും. അദ്ദേഹം പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ പരിണാമം ആത്മബോധം കൈവരിച്ചതാണെന്നാണ് പറയുന്നത്. ദൈവത്തെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്. നമ്മൾ ഊന്നി പറയുന്ന ഈ പരിണാമ സിദ്ധാന്തത്തിന്റെ ഏറ്റവും സങ്കീർണ ഉൽപ്പന്നമായി മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ പരിണാമത്തിന്റെ സെൽഫ് കോൺഷ്യസ്നെസ് ആണ്. ഇനി പരിണാമത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് മനുഷ്യനാണ്. അതിൻ്റെ ഒരു ആവിഷ്കാരമാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ. ആ രീതിയിൽ ഭാവാത്മകമായിട്ട് നമ്മൾ പരിണാമത്തെ നോക്കി കാണുകയാണ് എങ്കിൽ സാർ നേരത്തെ നിരീക്ഷിച്ച ശാസ്ത്രത്തിൽ ഇപ്പോഴുള്ള പരിമിതികളെയൊക്കെ ഒഴിവാക്കിയെടുക്കാൻ ഒരുപക്ഷെ ഭാവിയിലെ ശാസ്ത്രത്തിന് സാധിക്കുമോ? ഞാൻ ഒന്നും കൂടി എൻ്റെ ചോദ്യം വ്യക്തമാക്കാമെങ്കിൽ, KP കേശവമേനോന്റെ ആത്മകഥയിലെ ഒരു അധ്യായം ഞാൻ ഈയിടെ വായിക്കുവാൻ ഇടയായി. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന നിരീക്ഷണം, അദ്ദേഹം നടത്തുന്ന നിരീക്ഷണം, ഒരുപക്ഷെ മരണശേഷം എന്ത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഭാവിയിലെ ശാസ്ത്രം തന്നെ നമുക്ക് പറഞ്ഞു തന്നേക്കാം എന്ന അദ്ദേഹം നടത്തുന്ന ഒരു നിരീക്ഷണം എന്ന് പറയും. അത്രയും നമുക്ക് ഇപ്പോഴും പറയുവാനായിട്ടില്ല ശാസ്ത്രത്തിൽ നിന്നും, പക്ഷെ ആ രീതിയിലുള്ള സൂചകങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടും. ആ രീതിയിൽ നോക്കുമ്പോൾ സാങ്കേതിക വിദ്യയുടെയൊക്കെ വികാസത്തിലൂടെ ചില മനുഷ്യന്റെ നമ്മുടെയൊക്കെ അർദ്ധപ്രപഞ്ചങ്ങളെ സ്വാധീനിക്കുവാൻ പോകുന്ന ദാർശനികവും ദൈവശാസ്ത്രവുമായ കുറേ മാനങ്ങളും കൂടി ശാസ്ത്രം പറഞ്ഞു തരുന്നതിന് സാങ്കത്യമുണ്ടോ? അതിലേക്കുള്ള സാധ്യതകൾ സാറ് കാണുന്നുണ്ടോ? നമ്മൾ സാങ്കേതിക വിദ്യയൊക്കെ വികസിക്കുന്നത് വഴിയായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഗ്രോത്തുമുണ്ട്, ക്വാളിറ്റേറ്റീവ് ഗ്രോത്തുമുണ്ട്. ക്വാണ്ടിറ്റേറ്റീവായിട്ടാണ് ഇതുവരെ ശാസ്ത്രത്തിന്റെ വികാസം സാറ് തന്നെ നടത്തിയ നിരീക്ഷണത്തിൽ നിന്ന്. ഇതിൽ നിന്ന് നമ്മൾ ചില വേറെ മാനങ്ങളിലേക്ക്, അതിഭൗതികമെന്ന് ഞാൻ വിശേഷിപ്പിക്കും, ദൈവശാസ്ത്രം എന്ന് വേണമെങ്കിൽ മതപരമായിട്ടുമുണ്ട്, ആ തലത്തിലേക്കുള്ള സാധ്യതകൾ ശാസ്ത്രത്തിൽ നിന്നും കാണുവാൻ നമുക്ക് സാധിക്കുമോ യുക്തിപരമായിട്ട്? എൻ്റെ ഒരു പോയിന്റ് ഇങ്ങനെയാണ്, മതവും ശാസ്ത്രവും തമ്മിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന അതിഭൗതികത എന്ന് പറയുന്ന തലത്തിലുള്ള സംവാദങ്ങളെ, ആശയങ്ങളെ ഡീല് ചെയ്യുന്നതിൽ ശാസ്ത്രത്തിൻ്റെ ഡയറക്റ്റ് പോയിന്റിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള രണ്ട് റിലംസ് ആണ്. കാരണം ഒന്ന് എന്ന് പറയുന്നത് പ്യുവർലി, ഞാനിപ്പോഴും അതിന് ഊന്നി പറയുന്നു, അത് ഫിസിക്കൽ അല്ലാത്ത ഒരു പോയിൻ്റാണ്. ഫിസിക്കൽ അല്ലാത്ത ഒരു പോയിന്റിനെ ഡീൽ ചെയ്യുന്ന ഫിസിക്കലായിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് സയൻസ്. ഈ കാര്യത്തിൽ വരുമ്പോൾ സയൻസ് പ്യുവർലി ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ പല പോയിൻറ്റ്സും നമുക്ക് ആശയപരമായിട്ടുള്ളൊരു ലോകം മാത്രമാണ്. ആശയപരമായിട്ടുള്ള ലോകത്ത് വെച്ചിട്ട് നടത്തുന്ന അഭ്യാസങ്ങളാണ് പലപ്പോഴും ക്വാണ്ടം മെക്കാനിക്സോ റിലേറ്റിവിറ്റിയോ ഒക്കെ ആ തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഹിൽബർട്ട് സ്പേസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഒരു ആശയപരമായിട്ടുള്ള ലോകം തന്നെയാണ്. ആ ലോകത്ത് നിന്നിട്ടുള്ള മാത്തമാറ്റിക്കൽ വേറബോട്ട്സ് വെച്ചിട്ട് നമുക്ക് ഫിസിക്കൽ വേൾഡിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ ചെയ്യുന്നത്. ഇത് മറ്റൊരു തരത്തിലുള്ള
ആശയലോകമാണ് ഈ പറയുന്ന അതിഭൗതികത എന്ന് പറയുന്നത്. ഭൗതികമായിട്ട് നിലനിൽക്കുന്ന പ്രപഞ്ചത്തിനപ്പുറം മറ്റൊരു തലത്തിലുള്ള പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ആശയലോകമാണ്. ആ ആശയലോകത്തിൽ ഏത് തരത്തിലുള്ള പോസിബിലിറ്റീസും സാധ്യമാകുന്ന തരത്തിലാണ് മതം ആഗോളതലത്തിൽ ഉള്ള പല വ്യത്യസ്തമായ രൂപങ്ങൾ വികസിപ്പിച്ചിട്ടുള്ളത്. അത് ക്രിസ്ത്യാനിറ്റി ആവാം, ഇസ്ലാം ആവാം, യഹൂദ മതമാവാം, ഈ ഇന്ത്യയിലുള്ള ഹിന്ദു മതങ്ങൾ പോലെയുള്ള മതങ്ങളാവാം, പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള പേഗൻ മതങ്ങളൊക്കെ യൂറോപ്പിലുണ്ടായിട്ടുള്ളതാവാം. ഇതൊന്നുമല്ലെങ്കിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ നിലനിന്നിട്ടുള്ള മറ്റു പല മതവിശ്വാസങ്ങളാവാം, വേറെ മൺമറഞ്ഞു പോയ മതവിശ്വാസങ്ങളാവാം. ഇത്തരത്തിലുള്ള പലതരം വിശ്വാസങ്ങളും നിലനിൽക്കുന്നത് ഈ പറയുന്ന അതിഭൗതികതയുടെ ഒരാശയതലത്തിലാണ്. ആ ആശയതലത്തിലേക്ക് ഒരു എക്സ്പെരിമെൻ്റൽ പ്രോബ് ഉപയോഗിച്ചിട്ട് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നിങ്ങൾക്കൊരു പ്രോബ് വെച്ച് അതിനെ തൊടാൻ പറ്റില്ല. You have to deal with it in the same level and with the same tools. മതത്തിൻ്റെ ഈ പറയുന്ന അല്ലെങ്കിൽ അതിഭൗതികമായിട്ടുള്ള ആശയ സംവാദങ്ങളുടെ ഈ ലോകത്തേക്ക് കടന്നു ചെല്ലണമെങ്കിൽ അതേ ടൂൾ ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഫിലോസഫിയാണ് അതിന് നിങ്ങൾക്ക് പാകമായിട്ടുള്ളൊരു ടൂള്. അപ്പോൾ ശാസ്ത്രം പ്രായോഗികമായിട്ടുള്ളൊരു ശാസ്ത്രം, സാങ്കേതിക വിദ്യയിലൂടെ ലോകത്തിന് നിരന്തരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ശാസ്ത്രം, ഓപ്പറേഷൻ നടത്തുന്ന ശാസ്ത്രം, ടെലിവിഷൻ ഉണ്ടാക്കുന്ന ശാസ്ത്രം, ബോംബ് പൊട്ടിക്കുന്ന ശാസ്ത്രം, സാറ്റലൈറ്റിനെ കൃത്യമായി ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന ശാസ്ത്രം, ഈ ശാസ്ത്രത്തിനൊന്നും ദൈവം എന്ന് പറയുന്നതോ മരണശേഷമുള്ള ജീവിതം എന്ന് പറയുന്നതോ ആയ ഈ പറയുന്ന ആശയപരമായിട്ടുള്ള ലോകത്തേക്ക് അതിൻ്റെ പ്രോബിനെ കൊണ്ടുവന്ന് ചെന്ന് തൊടാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു പോയിന്റിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. സാറിന്റെ ആശയം വ്യക്തമാണ്. ശാസ്ത്രമത സംവാദത്തില് പൊതുവെ 4 മാതൃകകൾ ഉപയോഗിക്കാറുണ്ട്. സംഘർഷത്തിന്റെ മാതൃക, സ്വതന്ത്ര മാതൃക, കോൺഫ്ലിക്റ്റ് മോഡൽ, ഇൻഡിപെൻഡൻസ് മോഡൽ, അതുപോലെ സംഭാഷണ മാതൃക, ഡയലോഗ് മോഡൽ, അതുപോലെ കോംപ്ലിമെന്റാരിറ്റി, പൂരകത്വത്തിന്റെ മാതൃക എന്ന് പറയുന്നത്. ഇതില് ജീവൻ സാർ നമ്മുടെ മുന്നിൽ അപ്ഹോൾഡ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻസ് മോഡലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശാസ്ത്രവും മതവും വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ അവരുടേതായ രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവരുടേതായ മേഖലയിൽ ഗവേഷണങ്ങൾ നടത്തുക എന്ന് പറയുന്നത്. ശാസ്ത്രമത സംവാദ മേഖലയിലേക്ക് ആദ്യമായിട്ട് കാലെടുത്ത് വെറുക്കുന്നവർക്ക് ഈ നിലപാട് അത്ര സ്വീകാര്യമായിട്ട് തോന്നിയെന്ന് വരില്ല. അവർ പലപ്പോഴും ഈ പരസ്പര പൂരകത്വത്തിന്റെ സമീപനം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. എന്നാൽ ശാസ്ത്രത്തെയും ദൈവശാസ്ത്രത്തെയും കൂടുതൽ ആഴത്തിൽ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഇത്തരം ഒരു നിലപാടിലേക്ക് സ്കോളേഴ്സ് തന്നെ നീങ്ങുന്നതായിട്ടാണ് ഞാൻ തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇൻഡിപെൻഡൻസ് മോഡൽ അതിന് ദൈവശാസ്ത്രപരമായിട്ടോ ദൈവശാസ്ത്രത്തിന്റെയോ ദർശനത്തിന്റെയോ മേഖലകൾക്ക് ശാസ്ത്രപരമായ സാങ്കത്യം ഇല്ല എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലുപരി ഉദാത്തമായ ദൈവശാസ്ത്ര സംജ്ഞകള് ശാസ്ത്ര ദൃഷ്ടിയിലൂടെ പൂർണ്ണമായിട്ട് ആഖ്യാനം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ കൂടി ഒരു ദൃഷ്ടാന്തമായിട്ട് മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. ഹൈൻസ് പേജൽസ് പറയുന്നത് പോലെ ശാസ്ത്രം പരമാവധി പ്രാപഞ്ചിക ക്രമത്തെ ഒരു ക്രമമായിട്ട്, കോസ്മിക് ഓർഡർ ആയിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കും. പക്ഷെ ആ ഓർഡർ ക്രിസ്തുവിന്റെ പിതാവായ ഒരു പിതാവാണ് എന്ന് പറയാൻ ശാസ്ത്രത്തിന് ഒരു കാലത്തും സാധിക്കുകയില്ല. ഇൻഡിപെൻഡൻസ് മോഡല് അത്തരത്തിലുള്ള കൺക്ലൂഷനിലായിരുന്നു. പ്രാക്ടിക്കലി ദൈവശാസ്ത്രത്തിന്റെയും നിലപാട് കേവലമായിട്ട് അത് തന്നെയാണ് എന്ന് പറയണം. ദൈവശാസ്ത്ര രഹസ്യങ്ങൾ മുഴുവനും ശാസ്ത്രീയമായ രീതിശാസ്ത്രം ഉപയോഗിച്ച് നമ്മൾ ആഖ്യാനം ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു രീതിശാസ്ത്രപരമായ ന്യൂനീകരണത്തിന്റെ അപകടം അവിടെയുണ്ട് എന്ന് പറയുന്നത്. ഈ നിലപാടിനോട് നമുക്ക് യോജിക്കുന്നതിൽ പ്രയാസമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാൽ കൂടി ഇപ്പോഴത്തെ ശാസ്ത്രത്തിലെ ചില ആഭിമുഖ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സാർ തന്നെ ഒരുപാട് ആഖ്യാനം ചെയ്തിരിക്കുന്ന ഇന്റർസ്റ്റെല്ലാർ എന്നുള്ള സിനിമയെ പറ്റിയുള്ള ഒരു നിരീക്ഷണമാണ്. ചില മേഖലകളിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഭൗതികവും അതിഭൗതികവും തമ്മിൽ ഇതുവരെ നിലനിർത്തി കൊണ്ടുവന്നിരുന്ന വേർതിരിവുകൾ അല്ലെങ്കിൽ അകലങ്ങൾ ഇപ്പോൾ കുറഞ്ഞു പോകുന്നില്ലേ എന്നെനിക്ക് സംശയം തോന്നാറുണ്ട്.
ഫിസിക്സിൻ്റെ കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ ബയോളജിക്കൽ സയൻസിൻ്റെ ചില കാഴ്ചപ്പാടുകളിൽ, ന്യൂറോ റിലീജിയൻ്റെ കാഴ്ചപ്പാടിൽ പദാർത്ഥം തന്നെ വളരെ രഹസ്യാത്മകത കൈവരിക്കുന്നത് പോലെ അവിടെ നമ്മൾ പരമ്പരാഗതമായിട്ട് പുലർത്തിപ്പോരുന്ന ആ വേർതിരിവുകൾ അതേപടി നിലനിൽക്കുമോ എന്ന് യുക്തിപരമായിട്ട് സംശയിക്കാനുള്ള സാങ്കത്യങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു. ഇന്റർസ്റ്റെല്ലാറിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ ഡോക്ടർ ബ്രൗൺ നടത്തുന്ന ഒരു നിരീക്ഷണം, സ്നേഹമാണ് 5 മാനങ്ങളിലും ഒരുപോലെ സഞ്ചരിക്കുവാൻ കഴിവുള്ള പ്രതിഭാസം എന്ന് പറയുന്നത്. 4 ഡൈമെൻഷണൽ സ്പേസിൽ കുടുങ്ങിക്കിടന്നിരുന്ന ശാസ്ത്രത്തെ അധികരിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ഫിക്ഷൻ സിനിമയിൽ അതിൻ്റെ തിരക്കഥാകൃത്തിന് അങ്ങനെ ഒരു ഭാവന പുലർത്താൻ സാധിക്കുന്നത് തന്നെ വളരെ ഒരു ക്രിയാത്മകമായ സൂചനയായിട്ട് എനിക്ക് തോന്നുകയാണ്. നമ്മൾ വളരെ ഭൗതികമായിട്ട് മാത്രം ആഖ്യാനം ചെയ്തു പോന്നിരുന്ന പല സംജ്ഞകളും, അല്ലെങ്കിൽ മതവിശ്വാസമൊക്കെ ധാർമ്മികമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് ഭൗതികത്തിന്റെ ഭാഷയിലും ചില ദൂരക്കാഴ്ചകൾ സംസിദ്ധമാകുന്നോ എന്ന് സംശയിച്ചു പോകുന്നു അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോൾ. അല്ലെങ്കിൽ ഹാർവർഡിലെയൊക്കെ അഫക്റ്റീവ് കമ്പ്യൂട്ടിംഗ് എന്ന് ഒരുപാട് നടക്കുന്നുണ്ട്. എങ്ങനെ സ്നേഹിക്കുന്ന കമ്പ്യൂട്ടറുകളെ തന്നെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളത്. അതൊക്കെ അത് ഭൗതിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ദാർശനികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പദാർത്ഥത്തിന് തന്നെ ചില അനന്ത സാധ്യതകളല്ലേ സൂചിപ്പിക്കുന്നത്. ഈ കല്ല് പോലും സ്നേഹിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മതം വേർതിരിച്ച് നിർത്തിയ അതിഭൗതികത്തിന്റെ മിസ്റ്റിസിസത്തിന്റെ ഒക്കെ തരത്തിൽ കരുതപ്പെടുന്ന പദാർത്ഥത്തിന് അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പരമ്പരാഗതമായ കാഴ്ചപ്പാടുകൾ. അങ്ങോട്ടേക്കൊക്കെയുള്ള ചില ദൂരക്കാഴ്ചകളായിട്ട് നമുക്ക് ഇത്തരം സമീപനങ്ങളെ കാണുന്നതിൽ തെറ്റുണ്ടോ? ഞാൻ അച്ഛൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഐ ബിലീവ് ഇൻ പോയട്രി. അതെൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയട്രി എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ഇതിനൊന്നും പലപ്പോഴും നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പോലും പറ്റണമെന്നില്ല. പോയട്രി നിങ്ങൾക്ക്, അതാണ് റെയിൻബോനെ പറ്റി പറയുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് റെയിൻബോനെ ഫിസിക്സിൽ ഡിഫൈൻ ചെയ്യുന്ന റെയിൻബോയും റിയലായിട്ട് നിങ്ങളെ കൺസീവ് ചെയ്യുന്ന നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിൽ കൺസീവ് ചെയ്യുന്ന റെയിൻബോയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാവും. അതുപോലെ തന്നെയാണ് സ്നേഹം എന്ന് പറയുന്ന സാധനം. ബേസിക്കലി കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യർക്ക് മാത്രമേ കോൺഷ്യസ്നെസ് ഉള്ളൂ എന്നും ന്യൂറോളജിക്കലായിട്ട് മാത്രം ഡിഫൈൻ ചെയ്യാവുന്ന ചില കോൺഷ്യസ്നെസ് മാത്രമാണ് നമുക്കുള്ളത് എന്നും ഉള്ള ഒരു മെറ്റീരിയലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും അപ്പുറത്തേക്ക് മാറിയിട്ട് ഇപ്പം അനിമൽസിൻ്റെ കോൺഷ്യസ്നെസ് എങ്ങനെയാണ്, അതല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ കോൺഷ്യസ്നെസ് എങ്ങനെയാണ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വലിയ വിഭാഗം പഠനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്ന ഒരു ഈവൻ എർത്ത് തന്നെ ഒറ്റ ഓർഗാനിസത്തിൻ്റെ ലെവലിലൊരു സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ള ഒരു ബീയിങ് ആണ് എന്ന് പറയുന്ന തരത്തിലുള്ള എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ആധുനിക കാലത്ത് രൂപം കൊള്ളുന്നുണ്ട്. ആ എക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൻ്റെ അകത്ത് നിന്നിട്ടുള്ള ഒരു ഡിബേറ്റിനെയാണ് ഇൻ്റർസ്റ്റെല്ലാർ പോലുള്ളൊരു സിനിമ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ വലിയ ഡിബേറ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. സ്നേഹം എന്ന് പറയുന്ന ഈ എക്കോളജിക്കൽ കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമാണ് ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം. എർത്ത് എന്ന് പറയുന്ന ബയോളജിക്കലി ആക്റ്റീവായിട്ടുള്ള ഒരു ബീയിങ് ആണ്, ഒറ്റ ഓർഗാനിസമാണ്. ആ ഓർഗാനിസത്തിൻ്റെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്ന് പറയുന്നത് ജെയിംസ് ലോവ്ലോക്ക് പോലെയുള്ളവരുടെ തിയറി, ഗായ തിയറിയൊക്കെ ഒരുപക്ഷെ പുതിയ കാലത്തെ മനുഷ്യൻ്റെ പ്രതിസന്ധിയെ എങ്ങനെ നേരിടാം എന്നുള്ളതിൻ്റെ ഒരു ചൂണ്ടുപലകയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ അച്ഛൻ പറഞ്ഞ ഈ പ്രതിസന്ധിയെ, അതായത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് പ്യുവർലി മെറ്റീരിയലിസ്റ്റിക് മാത്രമാണ് എന്നുള്ളൊരു പഴയ വ്യൂ പോയിന്റിന് പകരം പുതിയ കാലത്ത് നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് കൂടുതൽ മൈക്രോ ലെവലിലായിട്ട് കോൺഷ്യസ്നെസ്സിനെ ഡിഫൈൻ ചെയ്ത് പോകുന്നതിൻ്റെ ഭാഗം ഉണ്ടാകുന്നത്. ആ ഭാഗത്ത് വെച്ചിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ അതിഭൗതികത എന്ന് പറയുന്ന സാധനവും മെറ്റഫറിക്കലായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കൺസെപ്റ്റുകളെയും ഒക്കെ നമുക്ക് കൂടുതൽ ഇതിലേക്ക് കൊണ്ടുവരേണ്ടി വരിക, സയൻസിൻ്റെ പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുവരേണ്ടി വരിക. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നമ്മൾക്ക് ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല ഈ സയൻസ് ആരംഭിച്ചതോടുകൂടിയാണ് മനുഷ്യന് നോളജ് തുടങ്ങിയതെന്ന്.
ആധുനിക ശാസ്ത്രത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഗലീലിയോയ്ക്ക് ശേഷം എന്നൊക്കെ നമ്മൾ ചരിത്രം പറയുന്ന അതിന് ശേഷമാണ് മനുഷ്യർക്ക് നോളജ് ഉണ്ടായതെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോൾ പറയുന്ന 3.5 ലക്ഷത്തോളം വർഷം മുമ്പ് തന്നെ 2 കാലിൽ ഇതുപോലെ തന്നെ നടക്കുന്ന മനുഷ്യരുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന 400 ഇയേഴ്സ് എന്ന് പറയുന്നത് വളരെ സില്ലി ആയിട്ടുള്ളൊരു കാലഘട്ടം മാത്രമാണ്. ഈ 3.5 ലക്ഷം വർഷത്തോളമുള്ള മനുഷ്യൻ്റെ നോളജ് ഏത് തരത്തിലായിരുന്നു ഉപയോഗപ്പെട്ടത്? ആ 3.5 ലക്ഷം വർഷത്തെ നോളജിൻ്റെ ഉപയോഗങ്ങളിലൂടെയാണ് മനുഷ്യർ ഈ 400 വർഷം ജീവിക്കാൻ പ്രാപ്തനായത് എന്ന് മറക്കാൻ പാടില്ല. അപ്പം ആ നോളജ് ബേസിൻ്റെ അകത്ത് വലിയ വേറൊരു തരത്തിലുള്ള രീതിശാസ്ത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ രീതിശാസ്ത്രം ആണ് മതങ്ങൾ പിൻപറ്റി പോന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ വേറൊരു തരത്തിലുള്ള ഉപയോഗങ്ങളാണ് മതം എന്ന് പറയുന്നത് നമ്മളിന്ന് കാണുന്ന തരത്തിലുള്ള സംവിധാനങ്ങളായി മാറുന്നതും. അപ്പോൾ മതങ്ങൾക്ക് മതങ്ങളുടേതായ തരത്തിലുള്ള പൊളിറ്റിക്കൽ ഉപയോഗങ്ങളുണ്ടായിട്ടുണ്ട്, അതനുസരിച്ചിട്ടുള്ള കൂട്ടക്കൊലകൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റേതായ വേറെ ചില വ്യവഹാരങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം മതം എന്ന് പറയുന്ന സാധനം മനുഷ്യൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്ച്വൽ ആക്ടിവിറ്റി ആയിട്ട് തന്നെ നിലനിന്നിരുന്നത് അതുകൊണ്ടാണെന്നും വ്യാഖ്യാനിക്കാവുന്ന തരത്തിൽ നമുക്കിപ്പോൾ എവല്യൂഷണറി ആയിട്ട് തന്നെ മതങ്ങളെ വ്യാഖ്യാനിക്കുന്നതും ആ വഴിയിലൂടെയാണ്. ഞാൻ കോൺഷ്യസ്നെസ്സിനെ സംബന്ധിച്ചും ഈ പറയുന്ന മെറ്റീരിയലിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ന് കാണുന്ന ഡയറക്റ്റ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് മനുഷ്യൻ്റെ ന്യൂറോളജിക്കൽ പെർസ്പെക്റ്റീവിൻ്റെ അകത്ത് മാത്രമാണ് കോൺഷ്യസ്നെസ് നിലനിൽക്കുന്നതെന്നുള്ള വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിനപ്പുറം കുറേയും കൂടി വിശാലമായിട്ട് ആ കോൺഷ്യസ്നെസ്സിനെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു പോയിൻ്റ് ഈ പറഞ്ഞ ഇൻ്റർസ്റ്റെല്ലാറിൻ്റെ അത് ഡിബേറ്റാണ്. അപ്പോഴും ഇൻ്റർസ്റ്റെല്ലാർ സ്വീകരിക്കുന്ന പോയിൻ്റ് ഈ പ്യുവർലി മെറ്റീരിയലിസ്റ്റിക് ആണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ, സ്നേഹം എന്ന് പറയുന്ന പോയിന്റിനെ പറ്റിയിട്ട് സിനിമ പറയുന്നുണ്ടെങ്കിൽ പോലും സംവിധായകൻ സ്വീകരിക്കുന്ന പോയിന്റ് ഭൂമിയെ ഉപേക്ഷിക്കണമെന്നുള്ള പോയിന്റാണ്. അത് പ്യുവർലി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പോയിന്റാണ്. ഭൂമി ഒരിക്കലും നന്നാക്കാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ തുടരരുത് എന്നും നമ്മൾ പുതിയ കോളനികൾ തേടി പോകണം എന്നുള്ള ടിപ്പിക്കൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പോയിന്റിനെ തന്നെയാണ് ക്രിസ്റ്റഫർ നോലൻ ഇൻ്റർസ്റ്റെല്ലാർ സിനിമയിൽ ആർഗ്യൂ ചെയ്യുന്നത്. അപ്പം ആ ഡിബേറ്റിനെ കൊണ്ടുവരുവാണ്. ആ ഡിബേറ്റ് വളരെ പ്രോമിനൻറ്റുമാണ്. ആധുനിക കാലത്ത് എനിക്ക് തോന്നുന്നത് പുതിയ കാലത്തെ പ്രതിസന്ധിയെ മനുഷ്യൻ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് കേവലം ഭക്ഷണത്തിൻ്റെ പ്രതിസന്ധിയോ മാത്രമല്ല. അതെന്ന് പറയുന്നത് ഈ പറയുന്ന ഏത് തരത്തിലാണ് ഇനി സർവൈവ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു പ്രതിസന്ധി കൂടിയാണ്. മനുഷ്യ എന്ന് പറയുന്ന ജീവിവർഗം എങ്ങനെയാണ് ഭാവിയിൽ സർവൈവ് ചെയ്യുക എന്നുള്ള ആ എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് മനുഷ്യ സമൂഹത്തിനെമ്പാടും, കേവലം മനുഷ്യൻ്റെ മരണം മാത്രമല്ല, ഒരു വ്യക്തിയുടെ മരണം മാത്രമല്ല, ഈ ജീവിവർഗത്തിൻ്റെ തന്നെ മരണത്തെ പറ്റിയിട്ടുള്ളൊരു ഭയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, യേശുവിൻ്റെ കാലത്തും അത് ഉണ്ടായിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് യേശുവും ആ തരത്തിലുള്ളൊരു തോട്ട് പ്രോസസ്സിലൂടെ പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആധുനിക ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ അത് റീഒക്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മൾ ഈ കോൺഷ്യസ്നെസ്സിനെ വേറൊരു തരത്തിൽ ഡിഫൈൻ ചെയ്യുകയും വേറൊരു തരത്തിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ഇൻ്റർസ്റ്റെല്ലാറിൻ്റെ പോയിന്റിൽ എനിക്ക് അച്ഛൻ സ്നേഹത്തെ പറ്റിയിട്ട് പറയുമ്പോൾ പോലും സംവിധായകൻ അൾട്ടിമേറ്റ് ആയിട്ട് എടുക്കുന്ന പൊസിഷൻ മെറ്റീരിയലിസ്റ്റിക് ആണെന്ന് തിരിച്ചറിയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വതന്ത്ര മാതൃകയുടെ സംവാദ മാതൃക ജീവൻ സാർ അവതരിപ്പിച്ചപ്പോൾ അതിനെ നമ്മൾ എപ്രകാരം മനസ്സിലാക്കണം എന്ന് ആഖ്യാനം ചെയ്യുന്നതിന് വേണ്ടിയ അല്പം കൂടി വിശദീകരിച്ച് അല്പം ദൈവശാസ്ത്രപരമായ ഈ ചർച്ച ഇവിടെ നടത്തിയത്. സാറിൻ്റെ ആശയങ്ങൾ വളരെ സുവിദിതമാണ്. വളരെ പുരോഗതി ആർജിച്ച ദൈവശാസ്ത്ര സമീപനങ്ങൾ നമുക്കിതിൽ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണം. ശാസ്ത്രത്തെ തന്നെ ഒരു നാരോ സ്ട്രക്ചറായിട്ട് കാണാതെ ബോധത്തെ പറ്റിയോ കോൺഷ്യസ്നെസ്സിനെ പറ്റിയൊക്കെയുള്ള ശാസ്ത്ര സങ്കേതങ്ങൾ അതിൽ തന്നെ ഒതുങ്ങുന്നവയല്ല. സാകല്യമായ അർത്ഥത്തിൽ വേണം ശാസ്ത്ര സംജ്ഞകളെ നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്. ഇൻ്റർസ്റ്റെല്ലാറിനെ ഞാൻ അവിടെ ഒരു നിമിത്തമായിട്ട് ഉദാഹരിച്ചതേ ഉള്ളൂ. സാർ നടത്തിയ നിരീക്ഷണം അന്ന് എനിക്ക് വ്യക്തമായിരുന്നില്ല. വിമർശനപരമായ നിരീക്ഷണം എന്ന് പറയുന്നത് മെറ്റീരിയലിസത്തിൽ തന്നെയാണ് ഇൻ്റർസ്റ്റെല്ലാർ അവസാനിക്കുന്നത് എന്നുള്ളത്.
അതിനോടുള്ള ഈ വിമർശനപരമായ നിരീക്ഷണവും വളരെ പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ സാർ ഉപയോഗിച്ചിരുന്ന അനാലജികൾ, മെറ്റഫോറിക്കൽ, അതിഭൗതികം, ദാർശനികം, പോയറ്റിക്കൽ, ഈ സംജ്ഞകളൊക്കെ വളരെ അർത്ഥപൂർണങ്ങളാണ്. ഇന്നത്തെ ശാസ്ത്രജ്ഞാനത്തോടൊപ്പം ഒരു ശാസ്ത്ര ദർശനം കൂടി കടന്നു വരുന്നുണ്ട്. അത് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഗുണപരമായ തലത്തിലേക്ക്, മനുഷ്യന്റെ അർത്ഥങ്ങളുടെ തലത്തിലേക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് ജീവൻ സാറ് നമുക്ക് പറഞ്ഞു തന്നത്. ആശയപരം എന്നതുപോലെ വ്യക്തിഗതവുമായിട്ടുള്ള ഒരു മാനം ഇന്ന് നമുക്ക് ശാസ്ത്രരംഗത്ത് പൊതുവെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒത്തിരി ശാസ്ത്രകാരന്മാര് ശാസ്ത്ര ഗവേഷണങ്ങളുടെ വെളിച്ചത്തിൽ വിശ്വാസം ഉപേക്ഷിച്ചവരുണ്ട്, അല്ലെങ്കിൽ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ വെളിച്ചത്തില് കടുത്ത നിരീശ്വരവാദത്വം ആണയിട്ട് പ്രഖ്യാപിക്കുന്ന ശാസ്ത്രകാരന്മാരുണ്ട്. പരിണാമ സിദ്ധാന്തത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നു, പരിണാമ സിദ്ധാന്തം ഡാർവിനോടുകൂടി ഒരുവന് നലം തികഞ്ഞ ഒരു നിരീശ്വരവാദി ആയിരിക്കാൻ വേണ്ട എല്ലാ വിഭവങ്ങളും അതിനകത്ത് ഉണ്ട് എന്ന് പറയുന്നു. ഡാനിയൽ ഡെന്നറ്റ് പറയുന്നു, പരിണാമ സിദ്ധാന്തത്തിന് അപ്പുറത്തേക്ക് യാതൊന്നും ആവശ്യമില്ല എന്ന് പറയും. ഇങ്ങനെ അൾട്രാ ഡാർവിനിസ്റ്റുകള്, എത്തിയിസ്റ്റുകള് ഒരു വശത്തുണ്ട്, നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറുവശത്ത് ഒത്തിരി പ്രഗത്ഭരായ ശാസ്ത്രജ്ഞർ, നിരീശ്വരായിരുന്ന ശാസ്ത്രജ്ഞർ തന്നെ വിശ്വാസത്തിലേക്ക് മടങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫ്രാൻസിസ് കോളിൻസ് തന്നെ നടന്നുകഴിഞ്ഞ ഒരു ഉദാഹരണം. തുടന്റെ പ്രായത്തിന്റെ 20കളിൽ കടുത്ത നിരീശ്വരവാദി, പദാർത്ഥമാത്രവാദത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നയാള്. ഇന്ന് അദ്ദേഹം ഒരു വിശ്വാസിയായിരിക്കുകയും ശാസ്ത്രമത സംവാദത്തിന് വേണ്ടി ഒരുപാട് പ്രസംഗിച്ച് നടക്കുകയും ചെയ്യുന്നയാളാണ്. അതുപോലെ ഓക്സ്ഫോർഡിലെ കടുത്ത നിരീശ്വരവാദിയായിരുന്ന ഡാനിയൽ ഡെന്നറ്റ്, ദാർശനിക നിരീശ്വരത്വത്തിന്റെ കരുത്തുറ്റ ഒരു വക്താവായിരുന്നു ഡാനിയൽ ഡെന്നറ്റ്. അദ്ദേഹം പറയുന്നത്, DNA മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു അതിപ്രജ്ഞയുടെ സാന്നിധ്യത്തെ നമ്മൾ അംഗീകരിക്കണമെന്നാണ്. അതിപ്രജ്ഞ ദൈവമാണെന്നും അദ്ദേഹം പറയുന്നില്ല. അവിടെ നമ്മൾ ശരിയായ ദൈവശാസ്ത്ര സമീപനം പുലർത്തേണ്ടതുണ്ട്. അദ്ദേഹത്തെ വിമർശിക്കുന്ന റാഷണലിസ്റ്റുകളോട് പറയുന്ന ഉത്തരം ഇതാ: I go where truth leads me, where reason guides me എന്ന് അദ്ദേഹം പറയുന്നു. യുക്തി എന്നെ എങ്ങോട്ട് നയിക്കുന്നോ അങ്ങോട്ടേക്ക് ഞാൻ പോകുമെന്നുള്ളതാണ്. അതുപോലെ ഇത് വളരെ സ്വീകാര്യമായ ഒരു സമീപനമായിട്ട് എനിക്ക് തോന്നുന്നു. ശാസ്ത്രത്തിൽ നിന്ന് ആരെങ്കിലും വിശ്വാസത്തിലേക്ക് വരണമെന്നോ ശാസ്ത്രത്തെ വെളിപാടായിട്ടോ വിശ്വാസത്തിനുള്ള തെളിവായിട്ടോ സ്വീകരിക്കുന്നതിനോട് എനിക്കും യോജിപ്പില്ല. എന്നാൽ സത്യം അന്വേഷിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ ശാസ്ത്രം തുറന്നു തരുന്ന സാധ്യതകളെ തുറന്ന മനസ്സോടുകൂടി, ശാസ്ത്രത്തിൽ നിന്നും സ്വാഭാവികമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്ന യുക്തിപരമായ ചോദ്യങ്ങളെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുന്ന ഒരു സമീപനം നമുക്ക് അനിവാര്യമല്ലേ? മുൻപുണ്ടായിരുന്നത് പോലെയുള്ള ഫിക്സ്ഡ് ഫ്രെയിമിൽ നിന്ന് കാര്യങ്ങളെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടുകൾക്ക് ഒരു വ്യതിയാനം ആവശ്യമല്ലേ എന്ന് ഇന്ന് അന്താരാഷ്ട്ര രംഗത്തെ പ്രമുഖരായ ശാസ്ത്രജ്ഞരുടെ തന്നെ ചില ദൃഷ്ടാന്തങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പറയേണ്ടതില്ലേ എന്നെനിക്ക് തോന്നുകയാണ്. എൻ്റെ ഒരു പോയിന്റ്, ഇപ്പം ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചർച്ചയിൽ ഡയറക്റ്റായിട്ട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു റെസൊല്യൂഷന് വേണ്ടിയിട്ട് സയൻസിൻ്റെ പോലും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം അതിന് വളരെ മുമ്പേ തന്നെ ഈ ഡിബേറ്റ് ലോകമെമ്പാടുമുള്ള ഫിലോസഫിക്കൽ സിനാരിയോസിൽ നടന്നു കഴിഞ്ഞതാണ്. ഇപ്പോൾ ബുദ്ധൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധൻ്റെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റായിരുന്നു ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ബുദ്ധൻ്റെ ഡിബേറ്റ്. ചാർവാക സിദ്ധാന്തങ്ങളുടെ ആരംഭം, ഇന്ത്യയിൽ ലോകായത സിദ്ധാന്തത്തിൻ്റെ ആരംഭം, അതിൻ്റെ വേർപിരിയലുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കണാദനും കപിലനും പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകർ അതിലൂടെയൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പോയിന്റിലല്ല സയൻസിൻ്റെ ഡിബേറ്റ് നിലനിൽക്കുന്നത്. സയൻസിൻ്റെ ഡിബേറ്റ്, ഈ പറയുന്ന സയൻസിൻ്റെ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ എക്സാക്റ്റായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ സയൻസിൻ്റെ ഡിബേറ്റ് എക്സാക്റ്റായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ ടച്ച് ചെയ്യാൻ പറ്റുമോ, എക്സ്പെരിമെൻ്റലായിട്ട് നിങ്ങൾക്ക് ഇതിനെ പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള തരത്തിലുള്ള ഡിബേറ്റാണ് നിലനിൽക്കുന്നത്. ആ ഡിബേറ്റാണ് ഇതിൻ്റെ അകത്ത് പോസിബിൾ അല്ല എന്ന് ഞാൻ പറയുന്നത്. അത് പ്യുവർലി ഫിലോസഫിക്കലായിട്ട് മാത്രമേ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതാണ് അതിൻ്റെ റിയാലിറ്റി എന്നിപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് തന്നെ എനിക്ക് പേഴ്സണലായിട്ട് എൻ്റേതായ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇത്രയേ ഉള്ളൂ: ദൈവം എന്ന് പറയുന്നത് പ്യുവർലി ഒരു
മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ബൃഹത്തായ മെറ്റഫേഴ്സിലൊന്നാണ്. ആ മെറ്റഫേഴ്സിനെ പക്ഷെ എന്ന് വിചാരിച്ച് മെറ്റഫേഴ്സ് പ്രധാനപ്പെട്ടതല്ലാതാവുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവം എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള മെറ്റഫേഴ്സിലൊന്നാണ്. ആ മെറ്റഫേഴ്സ് വെച്ചിട്ട് തന്നെയാണ് മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലതും മെറ്റഫേഴ്സ് മാത്രമാണ്, ദൈവം മാത്രമല്ല. വേറെ ഒരുപാട് മെറ്റഫേഴ്സും മനുഷ്യനെ സർവൈവൽ ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള മെറ്റഫേഴ്സിലൊന്നാണ് സ്നേഹം. അത് മെറ്റഫറാണ്. അതെന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്താണ് പ്രാക്ടിക്കലായിട്ട് എന്താണ് സ്നേഹം എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം അതുപോലെ തന്നെ ഒരു മെറ്റഫറായിട്ട് നിലനിൽക്കുന്ന ഒരു സാധനമാണ് ദൈവം എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ ഇതിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് പുതിയ കാലത്തെ സയൻറ്റിഫിക് പോയിന്റ് ഓഫ് വ്യൂവിൽ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നവർ പലതരത്തിലും ജീവിതത്തിൻ്റെ ഓരോ വഴികളിലെത്തുമ്പോഴും തോട്ട് പ്രോസസ്സിൽ മാറിക്കൊണ്ടിരിക്കും, പുതിയ പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഇതൊന്നും സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളൊരു സാധനമല്ല. മനുഷ്യജീവിതം എന്ന് പറയുന്നത്, ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് മനുഷ്യജീവിതം എന്ന് പറയുന്നത് പൂച്ചയുടെ പോലെയും പഴുതാരയുടെ പോലെയും ഒരു കിളികളുടെ പോലെയും ഒക്കെ തന്നെയുള്ള ജീവിതം തന്നെയാണ്. മനുഷ്യനുണ്ടാക്കുന്ന ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ചിലന്തികൾ ഉണ്ടാക്കിയിട്ടുള്ള വെബുകളേക്കാൾ ഒട്ടും മഹത്തരമല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സാറ്റലൈറ്റ് അയക്കുന്നതും ബീവർ ഡാം കെട്ടുന്നതും ഒക്കെ ഒരേ തരം ടെക്നോളജി തന്നെയാണ്. അതിൻ്റെ അകത്ത് വേറെ കുറേ അഡ്വാൻസ്ഡ് ലെവൽ നമുക്ക് കാണാം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നുള്ളൂ. ആ ഒരു പോയിന്റിൽ നിന്നിട്ട് തന്നെയാണ് എൻ്റെ ഐഡിയോളജിക്കൽ വേൾഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി ഓരോ ശാസ്ത്രജ്ഞർക്കും അവരവരുടേതായ അന്വേഷണങ്ങളിലൂടെ, അല്ലെങ്കിൽ ഓരോ ചിന്തകർക്കും അവരവരുടേതായ അന്വേഷണങ്ങളിലൂടെ മാറ്റങ്ങളുണ്ടാകാം. ഞാൻ ഏതാണ്ട് ഒരുപാട് കാലമായിട്ട് ഈ ഒരു തോട്ട് പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇറ്റ് മേ ബി ചേഞ്ച്ഡ്. എൻ്റെ അന്വേഷണങ്ങൾ ഞാനൊട്ടും റിജിഡായിട്ട് അതിനെ കാണുന്ന ഒരാളുമല്ല. അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ ആഡ് ചെയ്യും, സബ്സ്ട്രാക്റ്റ് ചെയ്യേണ്ടതിനെ സബ്സ്ട്രാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് തന്നെ സഞ്ചരിക്കുകയും ജീവിതം ജീവിച്ച് തീർക്കുകയും ചെയ്യുന്ന ഒരാളെ മാത്രമായിട്ടാണ്, വളരെ സില്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാത്രം കാണുന്ന ഒരാളാണ് ഞാൻ. ശാസ്ത്രകാരന്മാരും വിശ്വാസവും എന്നുള്ള മേഖലയെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ശാസ്ത്രത്തിൽ നിന്ന് തന്നെ ചോദിക്കുന്നതിന് ദാർശനികമായ വലിയ സാങ്കത്യം ഇല്ല എന്നുള്ള നിലപാടാണ് ജീവൻ സാറ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇത് ഉദാത്തമായ ഒരു ദാർശനിക നിലപാടായിട്ട് സ്വീകരിക്കാൻ സാധിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുകയാണ്. പലപ്പോഴും ശാസ്ത്രകാരന്മാരെ അധികരിച്ച് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള നിലപാട് എടുത്തു കഴിയുമ്പോൾ അവിടെ നമ്മൾ ശാസ്ത്രത്തിന്റെ ആധികാരികതയിലേക്ക് പലപ്പോഴും തെളിവായിട്ട് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മതഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തില് വിശ്വാസം, ദൈവശാസ്ത്രം, ദൈവത്തെ പറ്റി പറയുമ്പോൾ ചില ശാസ്ത്രകാരന്മാരുടെ അപ്രമാദത്തെ വെച്ചുകൊണ്ട് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുവാൻ വേണ്ടി യുക്തിവാദികളുടെയോ ചില ശാസ്ത്രകാരന്മാരുടെയോ ഒക്കെ സമീപനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് അഭികാമ്യമായ ഒരു രീതിശാസ്ത്രമല്ല എന്നുള്ളതാണ് ജീവൻ സാറ് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ എക്സ്ക്ലൂസീവ്ലി സയൻസിലേക്ക് പെർട്ടൈൻ ചെയ്യുന്ന ഒരു കാര്യമല്ല. ദൈവം എന്ന് പറയുന്ന സംജ്ഞ വളരെ അർത്ഥപൂർണമായിട്ട് ഉള്ള ഒന്നായിട്ട് മാനവരാശി കൊണ്ടു നടക്കുന്നു എങ്കിൽ പോലും എന്നുള്ളത്. ഇതിനെ ശാസ്ത്രമത സംവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുമ്പോൾ ഇയാൻ ബാർബറെ പോലെയുള്ള ചിന്തകരൊക്കെ എത്തീയിസ്റ്റുകളുമായിട്ടുള്ള സംവാദത്തിൽ ഊന്നി പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ശാസ്ത്രജ്ഞര് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രസ്താവന നടത്തി കഴിയുമ്പോൾ അത് ശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു അനുമാനമല്ല, അത് വ്യക്തിഗതമായ അഭിപ്രായങ്ങളാണ്. അവിടെ കൂടുതൽ വ്യക്തിനിഷ്ഠവും കർത്തൃനിഷ്ഠവുമായിട്ടുള്ള ദാർശനിക നിലപാടുകളും പാരമ്പര്യങ്ങളും ഒക്കെയാണ് അവിടെ ആവിഷ്കരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഇത് ശാസ്ത്രമത സംവാദത്തിൽ നമ്മൾ വളരെ ഊന്നി പറയേണ്ട ഒരു കാര്യമാണ് എന്ന് തോന്നുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈയിടെ നടത്തിയിരുന്ന വിപ്ലവാത്മകമായ ഒരു പ്രഖ്യാപന വിശ്വാസികൾ തന്നെ പലരെയും ചൊടിപ്പിച്ച ഒരു കാര്യമാണ്. ഐ ബിലീവ് ഇൻ ഗോഡ് ബട്ട് ഐ ഡോണ്ട് ബിലീവ് ഇൻ എ കാത്തലിക് ഗോഡ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പക്ഷെ കത്തോലിക്കനായ ഒരു ദൈവത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത് എന്ന് അദ്ദേഹം പറയും. നമ്മുടെ ദൈവസംജ്ഞകളും
ദർശനങ്ങളുമൊക്കെ എത്രയോ വിശാലമാകേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് മാർപ്പാപ്പ ഇവിടെ അടിയറയിട്ട് പറയുന്നത്. ഒരുപക്ഷെ യുക്തിപരമായിട്ട് നമ്മൾ സമീപിക്കുമ്പോൾ, പ്രത്യേകിച്ച് ശാസ്ത്ര മത സംവാദത്തിന്റെ കാഴ്ചപ്പാടിൽ ദൈവാസ്തിത്വത്തെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ, നമ്മുടെ ഇതുവരെയുള്ള സംവേദനങ്ങളൊക്കെ എത്രയോ ഉപരിപ്ലവങ്ങളാണ് എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയണമെന്ന് തോന്നുകയാണ്. ആ രീതിയിലുള്ള ചില സൂചനകളാണ് ഞാൻ ജീവൻ സാറിന്റെ വിചിന്തനങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ശാസ്ത്ര മത സംവാദ പരമ്പരയിലെ ഒരു പ്രധാനപ്പെട്ട പ്രമേയം ന്യൂറോ റിലീജിയൻ ആണ് എന്ന് നമ്മൾ നേരത്തെ കാണുകയുണ്ടായിരുന്നല്ലോ. ന്യൂറോ റിലീജിയൻ എന്താണ് എന്നുള്ളത് നമ്മൾ അവിടെ ഒത്തിരി വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തതാണ്. അവിടെ ന്യൂറോ റിലീജിയൻ എന്ന് പറയുന്നത് ജൈവികമായിട്ട് തന്നെ മനുഷ്യന് സനാതനമായ ചില ആഭിമുഖ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മതാത്മകമായ ചില ത്വരകളുണ്ട് എന്നതിലേക്കുള്ള ചില സൂചനകൾ തരുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്ന് പറയുന്നത്. ജീവൻ സാറ് കേരളത്തിലെ വായനക്കാർക്ക് വേണ്ടി ആദ്യമായിട്ട് ന്യൂറോ റിലീജിയന്റെ ചില ഉൾക്കാഴ്ചകൾ പരിചയപ്പെടുത്തുകയുണ്ടായി. വിശ്വാസത്തിന്റെ ശരീരശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന് വളരെ വസ്തുനിഷ്ഠമായിട്ട് തന്നെയാണ് സാറ് ആ ലേഖനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ മതാത്മക കാഴ്ചപ്പാടുകളൊക്കെ എത്ര ഉപരിപ്ലവമായിട്ട് പോകാം, അവയ്ക്ക് ജൈവികമായ അടിത്തറകൾ ഉണ്ട് എന്നുള്ള അതിനെ എപ്രകാരം മനസ്സിലാക്കണം എന്നുള്ളതൊക്കെയാണ് സാറ് ആ ലേഖനത്തിൽ വിഭാവനം ചെയ്തത് എന്നത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതിനെ ഒരുപക്ഷെ അന്നത്തെ ആ മുഖ്യ പ്രസിദ്ധീകരണത്തിന്റെ കവർ പേജ് ഞാൻ ശ്രദ്ധിച്ചു, മതം കറുപ്പ് തന്നെ എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കാം മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. എനിക്ക് താല്പര്യമുണ്ട് ആ രീതിയിലുള്ള തികച്ചും യുക്തിവാദപരമായ നിരീശ്വരത്വപരമായ വ്യാഖ്യാനങ്ങളെ ന്യൂറോ റിലീജിയൻ എന്റർടൈൻ ചെയ്യുന്നുണ്ടോ, അതാണോ അതിന്റെ ശരിയായ സന്ദേശം? ഒന്നും കൂടി കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ, യുക്തിപരമായിട്ട് എൻ്റെ വിശ്വാസത്തെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് വ്യക്തിഗതമായിട്ട് യുക്തിപരമായിട്ട് അതിനെ സാധിക്കുമ്പോൾ, എൻ്റെ പരിമിതമായ ശാസ്ത്രജ്ഞാനത്തിന്റെ ചട്ടക്കൂടിൽ വെച്ച് നോക്കുമ്പോൾ പദാർത്ഥത്തിന്റെ അനന്ത സാധ്യതകളാണ്, പദാർത്ഥ വിസ്മയം തന്നെയാണ് നമ്മുടെ മസ്തിഷ്കത്തിലെ ഈ വിശ്വാസത്തിന്റെ ശരീരശാസ്ത്രം സൂചിപ്പിക്കുന്നത് എന്ന് എനിക്കൊരു തോന്നൽ എന്ന് പറയുന്നത്. ഏത് രീതിയിലുള്ള വിശ്വാസം എന്നുള്ളതൊക്കെ നമുക്ക് മാറ്റിവെക്കാം, പക്ഷെ ആ രീതിയിൽ നോക്കുമ്പോൾ യുക്തിപരമായിട്ട് ജൈവികമായിട്ട് തന്നെ നമ്മൾ കണക്ക് പറയുന്ന അതീന്ദ്രിയതയ്ക്കുള്ള മിസ്റ്റിസിസത്തിനുള്ള സാധ്യതകൾ നമുക്കുണ്ട് എന്നുള്ളതും, അത് മനുഷ്യൻ എന്ന് പറയുന്ന പ്രൊജക്റ്റിനെ ഒന്നും കൂടി പൂർത്തീകരിക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്നും കൂടി വികസിപ്പിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാ എൻ്റെ ഒരു സംശയം ഈ ന്യൂറോ റിലീജിയനെ പറ്റി മനസ്സിലാക്കുമ്പോൾ. അപ്പോൾ അതിനെ എക്സ്ക്ലൂസീവ്ലി എത്തിയിസ്റ്റിക് ആയിട്ട് കാണുവാനുള്ള പ്രവണതയെ സാറ് എങ്ങനെ കാണുന്നു? ഞാൻ ആ പർട്ടിക്കുലർ ലേഖനം അക്കാലത്ത് എഴുതുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ന്യൂറോ റിലീജിയൻ എന്ന് പറയുന്ന ഒരു ഏരിയനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല അതിനെ കൈകാര്യം ചെയ്തത്. മറിച്ച് മനുഷ്യൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ബിഹേവിയറൽ ആക്ടിവിറ്റീസ്, അതിനെ മസ്തിഷ്കവുമായി ക്ലബ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ളത് വരുമ്പോൾ അതിൽ ഒരു ആക്ടിവിറ്റിയാണ് റിലീജിയസ് ആക്ടിവിറ്റീസ്. ഈ റിലീജിയസ് ആക്ടിവിറ്റീസിൻ്റെ ബേസ് ഡാർവീനിയനായിട്ടുള്ള ചില കൺസെപ്റ്റിൽ തന്നെ കിടക്കുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ള ചില സയൻറ്റിസ്റ്റുകളുടെ വളരെ വിശദമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആ ലേഖനം കൈകാര്യം ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് കറുപ്പ് എന്ന് പറയുന്ന ഓപ്പിയം നമ്മുടെ തലച്ചോറിൽ എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത്, സിമിലർ ആയിട്ടുള്ള വേയിൽ ആക്ട് ചെയ്യുന്നത്, അത് OP ആക്ട് ചെയ്യുന്നതല്ല, അതിനു മുമ്പേ തന്നെ നമ്മുടെ തലച്ചോറിൽ എൻഡോർഫിൻസ് എന്ന് പറയുന്ന ഹോർമോൺസ് നമ്മുടെ തലച്ചോറിൽ ആക്ട് ചെയ്യുന്ന അതേ വഴിയിലാണ് ഓപ്പിയവും ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എൻഡോർഫിൻസ് നമ്മുടെ റിലീജിയസ് ആക്ടിവിറ്റീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് മതം കറുപ്പ് തന്നെ എന്നുള്ളൊരു ടൈറ്റിലിൻ്റെ ബേസ്. എൻഡോർഫിൻസും റിലീജിയസ് ആക്ടിവിറ്റീസിൽ മാത്രമല്ല ആക്ട് ചെയ്യുന്നത്, നമ്മൾ പ്രേമിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ആക്ട് ചെയ്യുന്ന ഹോർമോൺ തന്നെയാണത്.
അതുപോലെ നമുക്കൊരു മുറിവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുറിവിൻ്റെ വേദനയെ കുറയ്ക്കുന്നത് ഈ ഹോർമോണിൻ്റെ ആക്ടിവിറ്റിയാണ്. അതുപോലെ ഇപ്പം സ്ത്രീകൾ പ്രസവിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഒരു ഹോർമോണാണ് എൻഡോർഫിൻസ്. അതുവഴിയാണ് സ്ത്രീകളുടെ പ്രസവ വേദന കുറച്ച് നിർത്തുന്നത്. ഇങ്ങനെ വേദന സംഹാരിയായിട്ടുള്ള തലച്ചോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളിലൊന്നാണ് ഈ എൻഡോർഫിൻസ്. ഇതേ സാധനം കൂട്ടമായിട്ട് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ കണ്ടെത്തൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനാ വേളകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു സുഖാനുഭവം ഉണ്ടാകുന്നത്. ഈ പ്രാർത്ഥനാ വേളകളിൽ നമ്മളൊരു ഗ്രൂപ്പ് ഫോമിങ് ചെയ്തിട്ട് ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഒരു സുഖാനുഭവം ഉണ്ടാകുന്നതിൻ്റെ കാരണം മനുഷ്യർ ഒരു ഗ്രൂപ്പ് ലിവിങ് ഓർഗാനിസം ആണ് എന്നുള്ളത് കൊണ്ടാണ്. മനുഷ്യരുടെ സ്പീഷീസ് സർവൈവ് ചെയ്ത് വന്നത് തന്നെ കൂട്ടത്തിൻ്റെ ഒപ്പം ജീവിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യർക്ക് നിലനിൽക്കാനാവൂ. ഒറ്റയ്ക്ക് ഒരിക്കലും മനുഷ്യന് ജീവിക്കാനാവില്ല എന്നുള്ളത് കൊണ്ട് ഈ കൂട്ടത്തിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം തലച്ചോറിൽ ഈ ഹോർമോണാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്റ്റ്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് നമുക്ക് അത് റിലീജിയൻ മാത്രമല്ല, അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് റിലീജിയൻ മാത്രമല്ല. ഇപ്പം നമ്മളിപ്പം ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായാലും നമുക്കിത് പോസിബിളാണ്. അതായത് പ്രാർത്ഥന ചൊല്ലണമെന്നില്ല, മുദ്രാവാക്യം വിളിച്ചാലും ഇതേ ആക്ടിവിറ്റി നടക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ടർ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമ്മളൊരു ജാഥയിൽ പങ്കെടുക്കുമ്പോഴോ അതല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുമ്പോഴോ ഇതേ തന്നെ സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ വലിയ മാസ് മൂവ്മെൻറ്റുകളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ ഇതേ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഇപ്പം നമ്മൾ ഈ സ്പിരിച്വൽ ഫീലിങ്സ് എന്ന് പറയുന്ന സാധനങ്ങൾക്ക് ഒരു ഫിസിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻ, സ്പിരിച്വൽ ഫീലിങ്സ് എന്ന് പറയുന്ന സാധനങ്ങൾക്ക് ഒരു ഫിസിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് പോസിബിൾ ആകുന്ന ഒരു രീതിയാണ് നമ്മൾ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പിയം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിൽ? ഓപ്പിയം വർക്ക് ചെയ്യുന്നതും ഈ എൻഡോർഫിൻസിൻ്റെ റിസപ്റ്റേഴ്സിൽ തന്നെ പോയിട്ട് ഓപ്പിയം മോളിക്യൂൾസ് ക്ലബ് ചെയ്തിട്ടാണ് ഓപ്പിയം നമുക്ക് ഹാലുസിനേഷൻസ് ഉണ്ടാക്കുക. സോ അതുകൊണ്ടാണ് അതിനെ നമ്മൾ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നുള്ള മാർക്സിൻ്റെ ക്ലാസിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഇപ്പോൾ അത് ഫാദറിന് അത് ന്യൂനീകരിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് വളരെ സ്വാഭാവികമായിട്ട് പറയാം. അത് ന്യൂനീകരിച്ചിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പ്രത്യേകിച്ച് അത് നമ്മുടെ ഡേ ടു ഡേ എൻഗേജ്മെൻറ്റ്സിൽ ഇത്തരത്തിലുള്ള റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് എപ്പോഴും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ വിശാലമായ അർത്ഥത്തിലേക്ക് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, മതത്തെ മാത്രമല്ല നമ്മൾ അതിൻ്റെ അകത്ത് ഒരു OPM എന്ന് വിളിക്കുക. ഈ തരത്തിലുള്ള ഏതൊരു ആക്ടിവിറ്റീസിനെ നമുക്ക് OPM ആയിട്ട് വിളിക്കാം. അത് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനെ നമുക്ക് അതിൻ്റെ അകത്ത് OPM ആയിട്ട് വിളിക്കാം. ഈ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിലൂടെ ഈ പറയുന്ന സ്പിരിച്വാലിറ്റി കണ്ടെത്താനായിട്ട് ആൾക്കാർക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യുക്തിവാദപരമായിട്ടുള്ള ആശയങ്ങളുടെ അടിത്തറയിൽ നിന്ന് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിലേക്ക് ഉള്ള ഒരു ഗ്രൂപ്പിലേക്ക് പോകുമ്പോഴും ആൾക്കാർ ഇതേ തരത്തിലുള്ള സന്തോഷവും ഒക്കെ കണ്ടെത്തുന്നുണ്ട്. ആത്മീയത എന്ന് പറയുന്ന ഒരു സാധനങ്ങളെ കണ്ടെത്താനായിട്ട് പറ്റും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതാണ് എൻ്റെ ആ ലേഖനത്തെ സംബന്ധിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ആ സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ പോയിന്റ്. നമ്മൾ ന്യൂറോ റിലീജിയൻ്റെ ദാർശനികവും ദൈവശാസ്ത്രപരമായ ഒരുപാട് മാനങ്ങൾ മുൻപ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ കറുപ്പ് എന്നുള്ള സംജ്ഞയ്ക്ക് അധികം വിശദീകരണമാണ് ജീവൻ സാർ നമുക്ക് തന്നിരിക്കുന്നത്. അതിനെ ജൈവികമായിട്ട് മനസ്സിലാക്കുമ്പോൾ മതാത്മകതയിൽ മാത്രം പ്രതിഫലിക്കുന്ന ഒന്നല്ല എന്നുള്ളതും, മനുഷ്യന്റെ പല അവസ്ഥകളിലും അതിൻ്റെ ശാസ്ത്രീയമായ ആവിഷ്കാരങ്ങൾ ഉണ്ട് എന്നുള്ളത് സാറ് ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പശ്ചാത്തലത്തിൽ നിന്നും അടർത്തി മാറ്റി നമ്മൾ കറുപ്പിനെ മതപരമായ കോണ്ടസ്റ്റിൽ ഉപയോഗിക്കുമ്പോൾ അത് തെറ്റിദ്ധാരണാജനകമാകുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള ആശയം പിക്കപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുകയാണ്. സാറിനോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്പം പ്രായോഗികമായ ചില കാര്യങ്ങൾ, നമ്മൾ വിശ്വാസിയാണ്, എപ്രകാരം വിശ്വാസിയായിരിക്കുന്നുവോ അല്ലെങ്കിൽ അവിശ്വാസിയോ ആയിക്കൊള്ളട്ടെ, മതം എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു സാമൂഹിക സംവിധാനം നമുക്ക് നിലവിലുണ്ട്.
ശാസ്ത്രം ഇത്രയേറെ വികാസങ്ങൾ കൈവരിച്ചിരിക്കുന്നു. ഈ രീതിയിലുള്ള വികാസം ശാസ്ത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് തരത്തിലുള്ള നവീകരണമാണ് മത അനുയായികൾ, മതവിശ്വാസം ഒക്കെ പുലർത്തേണ്ടത്? പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പശ്ചാത്തലത്തിൽ മതമേഖലയിൽ നിന്നുള്ള ഒരുപാട് ഭീകരതകൾക്ക്, ഒരുപാട് അപജയങ്ങൾക്കും അപകടങ്ങൾക്കും ഒക്കെ നമ്മൾ സാക്ഷികളാണ്. അനുദിനം എന്ന് പറയുന്നത് പോലെ എപ്രകാരമാണ് മികച്ച ശാസ്ത്രജ്ഞാനം നമ്മുടെ പല അന്ധവിശ്വാസങ്ങളെയും ഒക്കെ തിരുത്തുവാനായിട്ട് സഹായകരമായിരിക്കുക? പലപ്പോഴും ഇന്ന് മതവിശ്വാസവും ദൈവശാസ്ത്രവും ഒക്കെ ശാസ്ത്രത്തിൻ്റെ തന്നെ വേഷമണിഞ്ഞ് കൂടുതൽ സ്വീകാര്യമാകുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അത് ശാസ്ത്രത്തെ ഉപയോഗിക്കുവാനുള്ള ഒരു പരിശ്രമമാണ് പലപ്പോഴും ഞാൻ. പക്ഷെ അത് സൈദ്ധാന്തികമായ ഒരു തരത്തിൽ, അതിലുപരി അതോടൊപ്പം തന്നെ പ്രസക്തമായ ഒരു മേഖലയാണ് മതം ഒരു സാമൂഹിക സംവിധാനം എന്ന നിലയിൽ ശാസ്ത്രജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ തിരുത്തലുകൾക്ക് വിധേയമാവുക എന്ന്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ എത്തരണത്തിലുള്ള ഒരു തിരുത്തലാണ്, അല്ലെങ്കിൽ ഒരു നവീകരണമാണ് ശാസ്ത്രവുമായിട്ടുള്ള സംവാദത്തിൽ മതപ്രസ്ഥാനങ്ങൾക്ക് ആവശ്യമാകുന്നത് എന്ന് സാറ് ചിന്തിക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന കാലം ഡെമോക്രസിയുടെ കാലമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം മതങ്ങൾ ഒരുപാട് തരത്തിലുള്ള ചരിത്ര സംവിധാനങ്ങളിലൂടെ കടന്നു പോന്നിട്ടുണ്ട്. ഇപ്പം കുരിശുദ്ധത്തിൻ്റെ കാലത്തിലൂടെ ക്രിസ്ത്യാനിറ്റി കടന്നു പോകുന്നുണ്ട്, ഇസ്ലാം കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഹൈന്ദവത, ഇന്ത്യയിലെ ഹൈന്ദവത എന്ന് പറയുന്നത് പലതരത്തിലുള്ള ജാതി വ്യത്യാസങ്ങളിലൂടെ പല നൂറ്റാണ്ടുകളുടെ ഇടയിലുള്ള പലതരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ, രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഇടയിലൂടെ ഒക്കെ കടന്നു വന്നിട്ടാണ് ഇന്നത്തെ കാലത്ത് എത്തി നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇല്ലാതെ പോയ മതങ്ങൾ ഒരുപാടുണ്ട്, ഇല്ലാതെ പോയ ദൈവങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ ശരിയല്ലാത്ത ദൈവങ്ങളായതുകൊണ്ടാണ് അവയൊക്കെ ഇല്ലാതെ പോയത് എന്ന് ഇപ്പോൾ നിലനിൽക്കുന്ന ദൈവങ്ങളുടെ അനുയായികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നിലനിൽക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയ കാലഘട്ടം എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ കാലഘട്ടമാണ്. ഈ ഡെമോക്രസിയുടെ കാലഘട്ടത്തിൽ അത് മനുഷ്യൻ്റെ അതിജീവനത്തിന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നത് കൊണ്ടാണ് അത് ഈ കാലത്തേക്ക് എത്തിച്ചേർന്നത്. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടുകൂടിയാണ് ഡെമോക്രസിയുടെ വേറൊരു കാലം ആരംഭിക്കുന്നത് തന്നെ. 1970-കൾക്ക് ശേഷം ഇന്ന് നമ്മൾ 2017 എത്തി നിൽക്കുമ്പോൾ ഡെമോക്രസി എന്ന് പറയുന്ന ആശയം, ജനാധിപത്യം എന്ന് പറയുന്ന ആശയം വളരെ ആഴത്തിൽ വ്യക്തിപരമായിട്ടുള്ള നിലയിൽ നിലനിൽക്കുന്ന ഒരാശയമാണെന്നും അത് സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കകത്ത്, കുടുംബജീവിതത്തിനകത്തേക്ക് പോലും ഡെമോക്രസി കൊണ്ടുവരുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതം കൂടുതൽ സുഖകരമാവുക, സന്തോഷകരമാവുക, പരസ്പരം ബഹുമാനത്തോടെയുള്ള ജീവിതം സാധ്യമാവുക എന്ന് പറയുന്ന ആശയത്തിൻ്റെ അടിത്തറയിലാണ് ആധുനിക ലോകം ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മതങ്ങളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, മതങ്ങൾ ഈ ഏറ്റവും പഴയ സംവിധാനത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് പലപ്പോഴും ഈ പുതിയ ആശയത്തെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു റിലക്റ്റൻസ് മതങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും, ഏത് മതങ്ങൾക്കായാലും. എനിക്ക് ഒറ്റ പോയിൻ്റേ ഉള്ളൂ, എത്ര വലിയ മതവിശ്വാസിയായാലും എത്ര വലിയ ദൈവവിശ്വാസിയായാലും നിങ്ങൾ ആദ്യം തന്നെ ആധുനിക കാലത്തെ ജനാധിപത്യ വിശ്വാസിയാവുക എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ദൈവവിശ്വാസിയാവുന്നതിന് ആരും എതിർക്കുന്നതല്ല, ജനാധിപത്യവാദിയാവുക എന്നുള്ളത്. അതിത്രയേ ഉള്ളൂ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ബഹുമാനിക്കുക എന്നുള്ളതുള്ളൂ. അയാൾ വിശ്വാസിയാണെങ്കിലോ വിശ്വാസിയല്ലെങ്കിലോ മറ്റൊരു വിശ്വാസിയാണെങ്കിലോ അയാളുടെ മതത്തെയും അയാളുടെ വിശ്വാസത്തെയും അയാളുടെ ആർഗ്യുമെൻറ്റുകളെയും ബഹുമാനിക്കുക. അതിനെ നിങ്ങൾക്ക് എതിർക്കാം, പക്ഷെ ആ ബഹുമാനം കൊടുക്കുക, അതിന് അയാൾക്ക് ജീവിക്കാനുള്ള സാഹചര്യത്തെ നിർമ്മിക്കുന്നത് കൂടിയാണ് ഈ ജനാധിപത്യം എന്ന് മനസ്സിലാക്കിയും. അപ്പം അങ്ങനെ മതവിശ്വാസി ജനാധിപത്യവാദി കൂടിയാകുന്ന ഒരു കാലത്താണ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യ നന്മ സാധ്യമാവുക എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ നല്ല ഒരു ചിന്തയാണ്. ശാസ്ത്രീയ പ്രപഞ്ച ദർശനങ്ങളുടെ എല്ലാം, അത് ഭൗതികത്തിന്റെ ആയാലും പ്രപഞ്ചവിജ്ഞാനീയത്തിന്റെ ആയാലും ജീവശാസ്ത്രത്തിന്റെ ആയാലും, ഇന്നത്തെ ഒരു മുഖ്യധാര ആഭിമുഖ്യം എന്ന് പറയുന്നത് ബഹുസ്വരതയാണ്, ഹാർമണിയാണ്, ഐകരൂപ്യമാണ്, ഏകതാനതയാണ്. ഒരുപക്ഷെ ഈ ശാസ്ത്ര ദർശനങ്ങളെ മുഴുവനും അരക്കി കലക്കി കുടിച്ചിരിക്കുന്ന ആളെന്ന നിലയിലായിരിക്കാം സാറ് ഈ ജനാധിപത്യമാനം
മതത്തിന്റെ നവീകരണത്തിന് വേണ്ടി നിർദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. അതിന് ദാർശനികവും ദൈവശാസ്ത്രവുമായ ഒത്തിരി ആഴമുള്ള ഒരു നിരീക്ഷണമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആ ബഹുസ്വരതയിലുള്ള ഊന്നല്, പ്രതിപക്ഷ ബഹുമാനത്തിലുള്ള ഊന്നല്. ഒരുപക്ഷെ ഗിരിപ്രഭാഷണത്തില് ശത്രുവിനെ സ്നേഹിക്കുക എന്ന ക്രിസ്തുവിന്റെ ആഹ്വാനം തന്നെ ഈ പറഞ്ഞ ചിന്താധാരകളുടെ എല്ലാം സമ്പൂർണമായ ആഘോഷമായിട്ട് എനിക്ക് തോന്നുകയാണ്. ആ രീതിയിൽ യഥാർത്ഥമായ ആത്മീയ ദർശനങ്ങളിലേക്കുള്ള മടക്കം തന്നെയാണ് ഈ ജനാധിപത്യം എന്നതുകൊണ്ട് സാറിൻ്റെ വേണമെങ്കിൽ ആ രീതിയിൽ മനസ്സിലാക്കാമെന്ന് എനിക്ക് തോന്നുകയാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് സെക്കുലർ ആയിട്ടുള്ള ഒരു ഭാഷയാണ്, മതങ്ങൾക്ക് പലപ്പോഴും അന്യമായിരിക്കുന്ന ഒരു ഭാഷ. പക്ഷേ യഥാർത്ഥമായ ദൈവശാസ്ത്രങ്ങളെല്ലാം നമ്മൾ ഈ സെക്കുലർ ഭാഷയുടെ ഔന്നത്യം കൂടി തിരിച്ചറിയുവാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. നമ്മുടെ ശാസ്ത്രമത സംവാദ പരമ്പരയിലേക്ക് വിഭിന്നങ്ങളായ ഒത്തിരി ആശയങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ജീവൻ സാറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഒക്കെ അപ്പുറം യുക്തിപരമായിട്ടും വസ്തുനിഷ്ഠമായിട്ടും കാര്യങ്ങളെ സമീപിക്കുവാൻ ആഗ്രഹിക്കുന്നയാളാണ് ജീവൻ സാർ എന്ന് അദ്ദേഹത്തിന്റെ വിചിന്തനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. സാറിന്റെ നിലപാടുകള് ശാസ്ത്രത്തിൽ നിന്ന് ശാസ്ത്രത്തെ അന്ധമായിട്ട് എതിർക്കുന്നവർക്കും അതുപോലെ ശാസ്ത്രത്തെ അന്ധവിശ്വാസത്തിന്റെ നീതീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മതാത്മക പ്രസ്ഥാനങ്ങൾക്ക് മുന്നിൽ ഒരുപോലെ ഒരു തിരുത്തൽവാദമായിട്ട് നിലനിൽക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സാറിന്റെ നിലപാടുകൾ ശാസ്ത്രമത സംവാദത്തെ കൂടുതൽ ക്രിയാത്മകവുമായ മേഖലകളിലൂടെ മുന്നോട്ട് നയിക്കുവാൻ പര്യാപ്തമാകും. അതിലേക്ക് ഒത്തിരി സംഭാവന ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറിന് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു.